പിതാവേ, കർത്താവേ, ഭൂമിയിലെ ഒരു പ്രാവശ്യം കൂടെ ജീവനോടിരുന്ന കർത്താവിനെ സ്തുതിക്കുവാൻ തക്കണം. കർത്താവ് ഞങ്ങളുടെ ആയുസ്സിനെ നീട്ടിത്തന്ന കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ ദിവസത്തിന്റെ വൈകിവേളയിലെ ഞങ്ങളുടെ മീറ്റിങ്ങിനുമുള്ള ബന്ധത്തിൽ കർത്താവെ നിന്റെ പാദാന്തികളിലേക്ക് ഞങ്ങളെ താഴ്ത്തി സമർപ്പിക്കുന്നു. കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. ആമേ. കർത്താവ് ലീഡ് ചെയ്യുന്നതിന്റെ മകൾക്കായി പ്രാർത്ഥിക്കുന്നു. ഓരോ കർത്താവ് ശുശ്രൂഷകൾ ഏറ്റെടുത്തിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും അതാത് നിലകളിൽ ആത്മാവിനെ നിറവ് ചെയ്തെടുക്കുവാൻ പരിശുദ്ധനായ കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഗ്രൂപ്പിന്റെ ചീഫ് അഡ്മിൻ ആയിരിക്കും ഞങ്ങളുടെ സോയിമാമ ഡിസ്മോളുടെ നെറ്റ്വർക്ക് പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നു. അവിടെ ലെഫ്റ്റ് ആയി പോയി. ഇല്ല, ഇപ്പൊ കേറി ജോയിൻ ആയിട്ടുണ്ട്. ഡിസ്മോളെ മ്യൂട്ടാ. കർത്താവ് ഇത്രത്തോളം ഞങ്ങളെ സഹായിച്ച കൃപയ്ക്ക് നന്ദി പറയുന്നു. ആമേ. ഒരു പ്രാവശ്യം കൂടെ ഞങ്ങളെ തന്നെ താഴ്ത്തുന്നു, സമർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവ് സകലത്തെ നിയന്ത്രിക്കണം. മഹത്വം കർത്താവിന്. ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ നല്ല പിതാവേ. ആമേൻ, 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 ആമേൻ. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ടനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. സ്തോത്രം, സ്തോത്രം. പ്രിയ ആന്റിയെ ദൈവോടൊന്ന് ബലപ്പെടുത്തിയതിനായി പ്രാർത്ഥിപ്പാൻ തക്കവണ്ണം ദൈവോടൊന്ന് ബലപ്പെടുത്തിയതിനായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അടുത്തതായി നമ്മുടെ പ്രോഗ്രാം ഷീറ്റിൽ കാണുന്നത് സോളോ ആണ്, സോളോ സോങ് ആണ്. അതിനുവേണ്ടി ആൻ അരുൺ വർഗീസ് എന്ന നമ്മുടെ കുഞ്ഞിനെ ക്ഷണിച്ചുകൊള്ളുന്നു. കഴിഞ്ഞോ? മോള് വളരെ മനോഹരമായിട്ട് പാടുവാൻ തക്കവണ്ണം കുഞ്ഞിനെ അവിടുന്ന് കർത്താവ് സഹായിച്ചതിനായി നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. ഇനിയും ധാരാളമായിട്ട് നല്ല നല്ല പാട്ടുകൾ പാടി ഉന്നതങ്ങളിലേക്ക് എത്തിച്ചേരുവാൻ തക്കവണ്ണം ദൈവം കുഞ്ഞിനെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. അടുത്തതായിട്ട് നമുക്കൊരു ഷോർട്ട് മെസ്സേജ് നമുക്ക് കേൾക്കാം. നമ്മൾ ദൈവസന്നിധിയില് പാദപ്പെടുത്തെങ്കില് കർത്താവെ അടിയനോട് സംസാരിക്കണമേ എന്നുള്ള ആ വചനപ്രകാരം ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്കായിരിക്കാം. വചനങ്ങളെ കേട്ട് നമ്മളെ തന്നെ ദൈവസന്നിധിയിൽ താഴ്ത്തുവാൻ തക്കോണം ദൈവം അവിടുന്ന് അവസരങ്ങളെ ഒരുക്കി തരേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കുന്നു. അതിനു വേണ്ടിയിട്ട് നമ്മുടെ സിസ്റ്റർ ഗീതു രാജുവിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ദൈവത്തിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം ഒരു ഷോർട്ട് മെസ്സേജ് പറയുക എന്നുള്ളതാണ്. ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും പോരായ്മകളോ കുറവുകളോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എല്ലാവരോടും ആദ്യം തന്നെ ക്ഷമ ചോദിച്ചുകൊണ്ട് ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. സങ്കീർത്തനങ്ങൾ 126 5, 6 വാക്യങ്ങൾ. കണ്ണുനീരോടെ വിതയ്ക്കുന്നവർ ആർപ്പോടെ കൊയ്യും. വിത്ത് ചുമന്നും കരഞ്ഞും വിതച്ചും കൊണ്ട് നടക്കുന്നു. കറ്റ ചുമന്നും ആർത്തും കൊണ്ടുവരും. സങ്കീർത്തനക്കാരൻ പറയുന്നത് കണ്ണുനീരോടെ വിതയ്ക്കുന്നു എന്നാണ്. നമ്മൾ ആരെങ്കിലും നമ്മുടെ ലൈഫിൽ കണ്ണുനീരോടെ വിത്ത് വിതച്ചിട്ടുണ്ടോ? നമ്മുടെ വീട്ടിലൊക്കെ ചെറിയൊരു മുളക് തൈയോ അല്ലെങ്കിൽ ഒരു പാവയ്ക്കോ വെണ്ടയ്ക്കോ ഒക്കെ നടുന്നവരാണ്. നമ്മൾ ആരെങ്കിലും കരഞ്ഞുകൊണ്ട് വിത്ത് വിതച്ചിട്ടുണ്ടോ? എപ്പോഴെങ്കിലും അറ്റ്ലീസ്റ്റ് നമ്മുടെ കണ്ണ് നിറഞ്ഞെങ്കിലും നമ്മൾ വിതച്ചിട്ടുണ്ടോ? ഇല്ലല്ലേ. നമ്മളിത് വായിക്കുമ്പോൾ തന്നെ നമുക്ക് സങ്കീർത്തനക്കാരനെ ഒന്ന് തിരുത്താൻ തോന്നും അല്ലേ? ഈ സഹോദരൻ എന്താ എഴുതി വെച്ചിരിക്കുന്നു? കണ്ണുനീരോടൊക്കെ വിത്ത് വിതയ്ക്കുന്നു. നമ്മളിപ്പോ ആളെ കണ്ടെങ്കിൽ നമ്മൾ ഉടനെ പറഞ്ഞേനെ, സഹോദര ഇങ്ങനല്ല എഴുതേണ്ടത്. ഞങ്ങളൊക്കെ സന്തോഷത്തോടെ വിത്ത് വിതയ്ക്കും, ആർപ്പോടെ സന്തോഷത്തോടെ കൊയ്യുകയും ചെയ്യും. വേണമെങ്കിൽ ഇടയ്ക്കൊന്ന് കരയാം. എന്താ, നമ്മൾ ഇടയ്ക്കൊന്ന് കരയും. വിത്തൊക്കെ വിതച്ച് അത് നന്നായിട്ട് തളർത്തി വരുന്ന സമയത്ത് ഒരു കാറ്റും മഴയൊക്കെ വരുമ്പോൾ നമ്മളൊന്ന് കരയും അല്ലേ? നമ്മളെ വിത്തൊക്കെ പോകുമോ? നമ്മുടെ അത് മുളച്ചു വരുന്നതൊക്കെ നമ്മുടെ കൃഷിയൊക്കെ നശിച്ചു പോകുമല്ലോ. അപ്പൊ നമ്മളൊരു ഉപവാസവും ഒരു പ്രാർത്ഥനയും നമ്മൾ അഭിഷക്തന്മാരെയൊക്കെ വിളിക്കുകയും അന്നേരം നമുക്കൊരു കരച്ചിൽ വരും. അപ്പൊ വേണമെങ്കിൽ ഇടയ്ക്കൊന്ന് കരയാം. ഇതൊന്ന് തിരുത്താൻ നമ്മൾ ഉടനെ സങ്കീർത്തനക്കാരനോട് പറഞ്ഞു അല്ലേ? പക്ഷെ നമ്മള് വിചാരിക്കുന്നതൊന്നുമല്ല സങ്കീർത്തനക്കാരൻ എഴുതിയിരിക്കുന്നത്. നമ്മളിത് വായിക്കുമ്പോൾ ഒരു ലോജിക്ക് നമുക്ക് തോന്നത്തില്ല. പക്ഷെ ദൈവം അത് ഭയങ്കരമായിട്ടാണ് എഴുതിയിരിക്കുന്നത്.
കാരണം കണ്ണുനീരോടെ വിതയ്ക്കുക എന്ന് പറഞ്ഞ ആ ഒരു വിത്ത് ദൈവം നമ്മളെ തന്നൊരു വാഗ്ദത്തമാണ്, ഒരു ദൂതാണ്. നമുക്ക് തരുന്ന ഒരു പ്രസംഗം അല്ലെങ്കിൽ ഒരു പാട്ട്, ഒരു പ്രാർത്ഥന, നമ്മൾ ഒരു ട്രാക്ട് കൊടുക്കുന്ന അതൊക്കെ നമ്മുടെ വാഗ്ദത്തമാണ്. നമ്മൾ ഒരാൾക്ക് ഒരു ട്രാക്ട് കൊടുത്ത് അത് 2-3 പ്രാവശ്യം കൊടുക്കുന്ന ആ വിത്ത് നമ്മൾ അവിടെ പാകുകയാണ് അല്ലെ. കാലങ്ങൾ കഴിയുമ്പോൾ ആ വിത്ത് അവിടെ മുളയ്ക്കും, അത് തളിർത്ത് അവിടെ വളരും. അതാണ് ദൈവം നമ്മളെ തന്ന ഒരു വാഗ്ദത്തമാണ് വിത്ത് എന്ന് പറയുന്നത്. ആ വിത്തിനെ നമ്മൾ എങ്ങനെ നമ്മൾ ഉൾക്കൊണ്ടെടുക്കുന്നു, അതാണ് ദൈവം അവിടെ പ്രവർത്തിക്കുന്നത് എന്ന് പറയുന്നത്. നമ്മളിത് വായിക്കുമ്പോൾ വിത്ത് വിതയ്ക്കുന്നു. അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് എന്താ ഇങ്ങനെ ഇവർ എഴുതി വെച്ചിരിക്കുന്നു എന്ന് നമുക്ക് തോന്നും. പക്ഷെ അതിന്റെ ആഴത്തിലേക്ക് ഇറങ്ങുമ്പോഴാണ് സങ്കീർത്തനക്കാരൻ എഴുതിയിരിക്കുന്നത്. അതുകൊണ്ടാണ് അതിന്റെ ആദ്യം പറയുന്നത്, യഹോവ സിയോന്റെ പ്രവാസികളെ മടക്കി വരുത്തിയപ്പോൾ. യഹോവ സിയോന്റെ പ്രവാസികളെ, ഇസ്രയേൽ ജനം. ഇസ്രയേൽ ജനം എന്ന് പറയുന്നത് ദൈവത്തിന്റെ കരത്തിൽ ഒരു വാഗ്ദത്തമാണ്, വിത്താണ്. ആ വിത്തിനെയാണ് ദൈവം മടക്കി വരുത്തിയതെന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ ഓരോരുത്തരും ദൈവത്തിന്റെ കയ്യിലെ വിത്താണ്. നമ്മുടെ തലമുറ, നമ്മുടെ ഭാവി, നമ്മുടെ കുടുംബം എല്ലാം ദൈവത്തിന്റെ കയ്യിലിരിക്കുന്ന ഒരു വിത്താണ്. ആ വിത്തിനെയാണ് നമ്മൾ നന്നായിട്ട് തളർത്ത് വളർത്തുക എന്ന് ദൈവം പറയുന്നു. നമ്മുടെ കരങ്ങളിലേക്ക് നമ്മുടെ ഭാവി കിട്ടുമ്പോൾ, നമ്മുടെ കുടുംബം കിട്ടുമ്പോൾ നമ്മൾ അപ്പം മുതൽ കരഞ്ഞു തുടങ്ങും. നമ്മുടെ കരങ്ങളിൽ എപ്പോ ദൈവം വാഗ്ദത്തം തരുന്നു, ആ വാഗ്ദത്തത്തിന് ഏറ്റെടുത്ത് അപ്പം തൊട്ട് കരഞ്ഞു തുടങ്ങും. നമ്മളൊരു വിത്ത് ഒരു കുഴിയിൽ ഇട്ട് കഴിയുമ്പോൾ നമ്മൾ കുഴി കുടിച്ച് അതിനകത്ത് ഇട്ടു. അതൊരു ഫസ്റ്റ് പ്രൊസീജിയറാണ്. സെക്കൻഡ് നമ്മൾ എന്താ ചെയ്യുക, അതിന് ആവശ്യമായിട്ട് പ്രധാന ഘടകം നമ്മൾ ചെയ്യേണ്ട സെക്കൻഡ് പ്രൊസീജിയർ എന്താണ്, അതിന് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം അല്ലെ. വെള്ളം ഒഴിച്ചു കൊടുത്തില്ലെങ്കിൽ അത് പൊട്ടി മുളച്ച് മുകളിലേക്ക് വരത്തില്ല, അത് അവിടെ കിടന്ന് നശിച്ചു പോകും. അതിന് എന്ത് വേണം, അതിന് നനവ് വേണം. നനവ് തട്ടിയാലേ അത് മുകളിലോട്ട് വരത്തുള്ളൂ, ഇല്ലെങ്കിൽ അത് അവിടെ കിടന്ന് നശിച്ചു പോവുകയുള്ളൂ. അതിനാണ് ദൈവം പറയുന്നത്, നമ്മുടെ കയ്യിൽ വാഗ്ദത്തം ലഭിക്കുമ്പോൾ നമ്മൾ കരയണം, നമ്മൾ അതിനെ ചുമക്കണം, ആ വാഗ്ദത്തത്തിനെ പുറത്ത് കരയണം. എത്രത്തോളം നമ്മൾ അതിൽ കണ്ണുനീര് വീഴ്ത്താമോ അത്രത്തോളം വീഴ്ത്തണം. നമ്മുടെ കണ്ണുനീര് വീഴും തോറും അത് നനവ് പ്രാപിച്ച് പുറത്തേക്ക് തളുത്ത് വരും, ഇല്ലെങ്കിൽ അത് അവിടെ കിടന്നു പോവുകയുള്ളൂ. അത് ഭൂമിക്കടിയിൽ ഉണ്ടെന്ന് പോലും ആരും അറിയാതെ പോകും. അങ്ങനെ ഒരു വിത്ത് ഇട്ടെന്ന് അറിയണമെങ്കിൽ അത് മുളച്ച് തളിർത്ത് വരണം, വന്ന് നന്നായിട്ട് അത് വളരണം. അത് കണ്ടെങ്കിൽ മാത്രമേ നമ്മളൊരു വിത്ത് ഇട്ടെന്ന് അത് മുളച്ചു വളർന്നു എന്ന് അറിയുള്ളൂ അല്ലെ, അതൊരു സാക്ഷ്യമാകത്തുള്ളൂ. ഇല്ലെങ്കിൽ അത് ആരെങ്കിലും അറിയുന്നുണ്ടോ നമ്മളൊരു വിത്തിട്ടെന്ന്? ഒരു ഭക്തന്റെ പ്രാർത്ഥന അല്ലെങ്കിൽ ആ വിത്തിട്ടത് ആരെങ്കിലും അറിയുമോ? നോ വേ, അതാരും അറിയത്തില്ല. അത് അറിയണമെങ്കിൽ അതിന് വേണ്ടുന്ന ആ ഒരു കഴിവ് അല്ലെങ്കിൽ ആ ഒരു ഗുണങ്ങൾ അതിന് കൊടുക്കണം. വെറുതെ ഒന്നും ഒരു വിത്ത് തളർത്ത് വരില്ല. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത് കണ്ണുനീരോടുകൂടി വിതയ്ക്കുക എന്ന്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒറ്റപ്പെടുന്ന സാഹചര്യങ്ങൾ പലപ്പോഴും നമുക്ക് വരാറുണ്ട്. നമ്മൾ ഒരു മണ്ണിനടിയിൽ പെട്ടുപോയ അവസ്ഥ നമ്മുടെയൊക്കെ ജീവിതത്തിൽ, എല്ലാവരുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടല്ലേ. എന്റെ ഒക്കെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. ഞാൻ ഒത്തിരി അനുഭവിച്ചത്, നമ്മൾ ഓരോരുത്തരും അനുഭവിച്ചതാണ്. അതിന് ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് നമ്മുടെ ലോക്ക്ഡൌൺ സമയത്ത്. നമ്മൾ പ്രാർത്ഥന കിട്ടാതെ നമുക്ക് ഒരു ആരാധന കേൾക്കാൻ വേണ്ടി നമ്മൾ കൊതിച്ചിരുന്ന ഒരു ടൈമായിരുന്നു ആ സമയം. ആ സമയത്താണ് ഞാനും ഒറ്റപ്പെട്ടു പോയത്. നമുക്ക് ലോക്ക്ഡൌൺ തുടങ്ങുന്നത് മാർച്ച് 21-നാണ് 2020. 2020 മെയ് 5-നാണ് എന്റെ ഹസ്ബൻഡ് ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെടുന്നത്. അന്ന് 5 മാസമായൊരു കുഞ്ഞും ഞാനും മാത്രം ഒറ്റപ്പെടുന്ന ഒരവസ്ഥ. എനിക്ക് വലിയ പ്രായമൊന്നുമില്ല, 29 വയസ്സ് പോലും എനിക്ക് അന്നില്ല. ആ സമയത്താണ് ഞാൻ വിധവയായൊരു മാതാവാകുന്നത്. നമുക്ക് ആർക്കും ഇത് ഉൾക്കൊള്ളാൻ പറ്റില്ല. നമ്മൾ ആരെങ്കിലും അത് നമ്മൾ വിചാരിക്കുന്ന പോലും ഇല്ല അങ്ങനെയൊക്കെ എത്തുമെന്ന്. ആ ലോക്ക്ഡൌൺ സമയത്ത് ഒരു മനുഷ്യന് വീട്ടിൽ കയറാൻ പറ്റുന്നില്ല, ഒരു മനുഷ്യനെ കാണാനോ സംസാരിക്കാനോ ഒന്നും പറ്റാത്ത സാഹചര്യം. തീർത്തും നമ്മൾ ഒറ്റപ്പെട്ടു. എന്ത് ചെയ്യും? നമ്മൾ ആരോട് പറയും? ആരെ നമ്മള് പിടിക്കും? ആരെ നമ്മൾ വിളിക്കും? ഇതൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കും. അപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കണം എന്നുള്ളത് നമ്മൾ ചിന്തിക്കില്ല. കാരണം നമ്മുടെ ചിന്ത ഇതാണ്, നമ്മൾ ഒറ്റപ്പെട്ടു പോയല്ലോ. പക്ഷെ ദൈവം ഉണ്ടെന്ന് ഒരാള് പറഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ ശ്രദ്ധിച്ചാൽ, നമുക്ക് പറഞ്ഞു തരാനോ അപ്പൊ ആരുമില്ല. നമ്മൾ ഈ കുഞ്ഞിനെ നോക്കി എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു ഞാൻ എന്റെ മോളുടെ കയ്യിൽ പിടിച്ചിട്ട്, അപ്പൊ ഞാൻ ഇനി എന്ത് ചെയ്യും, വാട്ട് ഈസ് ദ നെക്സ്റ്റ് എന്ന് ഞാൻ ചോദിച്ചപ്പോൾ അപ്പൊ നമ്മോട് പറഞ്ഞു, നീ നടക്കാന്നാ പറഞ്ഞു. അപ്പൊ നമ്മൾ കേൾക്കും. എന്തുകൊണ്ടാണ് നമ്മൾ വീട്ടിൽ കണ്ണുനീര് അങ്ങനെയാണ്, ആ വിത്തിന് മുകളിൽ ഇട്ട കണ്ണുനീര് അങ്ങനെയാണ്. അപ്പൊ നമ്മളിങ്ങനെ ആലോചിച്ചിട്ട് ദൈവമേ ഞാൻ എന്ത് ചെയ്യും, ഈ ഒരു അവസ്ഥയിൽ എന്താ ചെയ്യേണ്ട? ആരെയും കാണാനോ ആരുടെ അടുത്ത് ചെല്ലാനോ എന്നെ പിടിക്കാനൊന്നുമില്ല. അപ്പോഴെല്ലാം ചിലർ പറയും ഒരുപാട് ദുഃഖം വരുമ്പോൾ ദൈവം നമ്മളെ താങ്ങുന്നു. പക്ഷെ ഞാൻ താങ്ങുന്നു എന്നുള്ളൊരു വേർഡ് യൂസ് ചെയ്യില്ല. ഞാൻ പറയും എന്റെ അപ്പൻ എന്നെ ചേർത്ത് പിടിക്കുകയാണ്. താങ്ങുന്നു എന്ന് പറഞ്ഞാൽ നമ്മളൊരു സപ്പോർട്ടിങ് ആണല്ലേ, അതൊരു ടൈം കഴിയുമ്പോൾ അത് വിട്ടുപോകും. പക്ഷെ ചേർത്ത് പിടിക്കുന്നതുണ്ടല്ലോ, അത് ലൈഫ് ലോങ് വിട്ടുപോകില്ല. കാരണം അതൊക്കെ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്.
നമ്മളൊരു ചെടിക്ക് ഒരു താങ്ങൽ കൊടുത്താൽ ആ ഒരു ടൈം കഴിയുമ്പോൾ നമ്മളത് മാറ്റും. പക്ഷെ അതിനെ നമ്മൾ ചേർത്തങ്ങ് പിടിച്ചതുണ്ടല്ലോ, നമുക്ക് വിടാൻ തോന്നില്ല. കാരണം നമ്മൾ മുറുക്കി പിടിച്ചതാണ്. നമ്മൾ എങ്ങനെ വിടും? വിടില്ല. നമുക്കത് മുമ്പോട്ട് ആ പിടുത്തം കൂടുന്നല്ലാതെ കുറയില്ല. അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയാം, അപ്പ എന്നെ ചേർത്ത് പിടിച്ചതാ, അതുകൊണ്ട് ഇനി എനിക്ക് വിട്ടുപോകാൻ പറ്റും. അതാണ് നമ്മൾ പറയുന്നത്. നമ്മളൊരു വിത്തിടുമ്പോൾ അത് എങ്ങനെയാണ്, നമുക്ക് സന്തോഷം കൊണ്ടും കരയാം, ദുഃഖം കൊണ്ടും കരയാം. പക്ഷെ ആ കരച്ചിലില്ല അതിനൊരു അർത്ഥമുണ്ട്. എങ്ങനെ കരയണം, അതെങ്ങനെ നേടണം എന്നുള്ളത് നമ്മുടെ കഴിവാണ്. ദൈവം നമ്മളെ നട്ടിരിക്കുകയാണ് മുന്തിരിത്തോട്ടത്തിൽ, അല്ലെ? മുന്തിരിത്തോട്ടത്തിൽ നട്ട ഓരോ വിത്തുകളാണ് നമ്മൾ ഓരോരുത്തരും. അതെങ്ങനെ വളരണം എന്നുള്ളത് നമ്മുടെ ടാലന്റാ. ദൈവം നിന്നോട് ചോദിക്കും, ഞാൻ നിന്നെ നട്ടു, എന്തുകൊണ്ട് നീ വളർന്നില്ല? ഒരു വിത്ത് മണ്ണിനടിയിൽ പോകുമ്പോൾ 3 പേരുമായിട്ട് വിത്തിന് ബന്ധമുള്ളൂ. മണ്ണ്, വെള്ളം, സൂര്യൻ. ഇത് മാത്രമേ ഉള്ളൂ ബന്ധം, മണ്ണിനടിയിലുള്ള ബന്ധം. വേറെ ആരുമായിട്ട് ബന്ധമില്ല. ആ വിത്തിന്റെ സാക്ഷ്യം അതാണ്. നമുക്ക് വേണ്ട ആ സാക്ഷ്യം പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. അതാണ് മണ്ണ്, വെള്ളം, സൂര്യൻ. ആ വിത്തിന്റെ 3 സാക്ഷ്യം അതാണ്. നമുക്കും വേണ്ട ആ സാക്ഷ്യം പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. ഈ 3 പേരുമായിട്ടുള്ള ഒരു ബന്ധം ആ സീസണിലൂടെ നമ്മളൊക്കെ കഴിഞ്ഞു പോയി. ഇപ്പൊ കടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ ആ സീസണിലൂടെ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ കൊയ്ത്ത് ദൈവം ഒരു നാൾ വരും നമ്മൾക്ക് ആർപ്പോടെ പോയാൽ. ആ സമയത്ത് നമ്മളും അപ്പന്റെ കരങ്ങളിലായിരിക്കണം. അതിന് നമ്മൾ എന്ത് വേണം? നമ്മൾ ഇടുന്ന ഓരോ വിത്തും, അത് നമ്മുടെ വായിൽ നിന്ന് വീടുന്ന വാക്കുകളായിരിക്കാം, നമ്മുടെ പ്രാർത്ഥനയായിരിക്കാം, നമ്മുടെ പ്രസംഗമായിരിക്കാം. അതൊക്കെ വിതയ്ക്കേണ്ട അടുത്ത് കണ്ണീരോടെ വിതയ്ക്കുക. ഇന്ന് നമ്മൾ ആരും കണ്ണീരോടുള്ള പ്രാർത്ഥന പോലും കാണാറില്ല. എന്റെ മകളൊന്നും അങ്ങനൊരു കണ്ടിട്ടേ ഇല്ല പ്രാർത്ഥന. ഇപ്പോഴത്തെ ജനറേഷൻ അവർക്ക് അറിയില്ല അങ്ങനൊരു പ്രാർത്ഥന. എന്റെ ചെറിയ പ്രായത്തിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പച്ചനും അമ്മച്ചമാരൊക്കെ പ്രാർത്ഥിക്കാൻ അവർ മുട്ടുകുത്തിയിരിക്കും. തുടങ്ങുന്നതേ കണ്ണ് നിറഞ്ഞുണ്ട, അവസാനിക്കുന്നത് ഭയങ്കര കണ്ണുനീരോടെ അന്യഭാഷയിൽ ആമേൻ പറഞ്ഞ് നിർത്തുക. അവരെന്താ പ്രാർത്ഥിച്ച് അന്യഭാഷയിൽ പോലും നമുക്കറിയില്ല. കാരണം അവർ ഇത്ര കരഞ്ഞുകൊണ്ടാണ് അവർ പ്രാർത്ഥിക്കുന്നത്. അവര് രാജ്യത്തിനും ദേശത്തിനും എല്ലാ ദൈവ മക്കളൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കും. പക്ഷെ ആ പ്രാർത്ഥന ഭയങ്കര പ്രാർത്ഥന. ഇന്ന് നമ്മൾ ആരും അങ്ങനൊരു പ്രാർത്ഥന കണ്ടിട്ടില്ല. പ്രത്യേകിച്ച് എന്റെ മകളുടെ ജനറേഷനൊന്നും അങ്ങനൊരു പ്രാർത്ഥനയെ കണ്ടിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കുക, നമ്മളിപ്പോ ഏത് ഘട്ടത്തിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ കയ്യിലിരിക്കുന്ന വിത്തിന് നമ്മൾ എത്രത്തോളം കണ്ണുനീരോടെ നനയ്ക്കാമോ അത്രത്തോളം കണ്ണുനീരോടെ നനയ്ക്കാം. നമുക്ക് കരയാം നമ്മുടെ സഭയ്ക്ക് വേണ്ടി, നമ്മുടെ രാജ്യത്തിന് വേണ്ടി, നമ്മുടെ ദേശത്തിന് വേണ്ടി, നമ്മുടെ അയൽക്കാർക്ക് വേണ്ടി, നമുക്കൊക്കെ വേണ്ടി നമുക്ക് കരയാം. നമുക്ക് അപ്പനോട് പറയാം, അപ്പ ഞാൻ കരയാൻ തയ്യാറാക്കാം, എന്നെ നീ നന്നായിട്ട് നനയ്ക്കാം, ഈ വിത്തിനെ എനിക്ക് നന്നായിട്ട് തളർത്ത് വളർത്താൻ പറ്റും, എനിക്ക് അതിനുള്ളൊരു കഴിവ് താഴ്ത്താം. എന്നെ ഓരോരുത്തർ കുത്തുമ്പോഴും ഞാൻ കരയാൻ വേണ്ടിയുള്ളതാണെന്ന് എനിക്ക് തിരിച്ചറിയുന്നു. നമ്മൾ വചനത്തിൽ തന്നെ പറയുന്നുണ്ട്, ഹന്നയെ കുത്തിയത് കൊണ്ടാണ് ഹന്ന കരഞ്ഞത്, ഇല്ലെങ്കിൽ ഹന്ന കരയില്ല. ഹന്നയ്ക്ക് അങ്ങനൊരു ദൈവിക ജ്ഞാനവും ബുദ്ധിയുള്ളൊരു മകനെ ലഭിക്കില്ല. അങ്ങനെ ഒരു കുത്ത് കൊടുക്കാൻ ഒരാൾ വേണം. ദൈവം അങ്ങനെ ഒരാളെ ഇട്ടിരിക്കും കുത്താൻ. അപ്പൊ നമ്മൾ ചിന്തിച്ചോണം, നമ്മൾ കരയാനില്ല, നമ്മൾ കരയുന്നത് എന്തിനാണെന്ന് കൂടി നമ്മൾ ചിന്തിക്കണം. അതുകൊണ്ട് നമ്മുടെ വാക്യത്തിന് മേൽ നമുക്ക് ആർപ്പോഴും ഭയങ്കരമായിട്ട് കരയാം. കാരണം ദൈവം വരുന്നുണ്ട് നമ്മളെ കൊണ്ടുപോകാൻ. ഒരു കൊയ്ത്തുകാലം നമുക്കായിട്ട് കരുതിയിട്ടുണ്ട്. ആ കൊയ്ത്തുകാലത്ത് നമ്മൾ ഉപ്പന്റെ കരങ്ങളിലാണ്. നമുക്ക് ഓരോരുത്തർക്കും സമർപ്പിച്ചുകൊണ്ട് കരയും. ഈ വചനങ്ങളാൽ ഓരോരുത്തരും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ എന്റെ വചനങ്ങളെ ഉപസംഹരിക്കുകയാണ്. ഇതിനായി എനിക്ക് ഹോപ്പ് മിനിസ്ട്രി തന്ന അവസരത്തിന് ഇതിന് നേതൃത്വം വഹിക്കുന്ന സോഫിയയോട് ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകളെ ഉപസംഹരിക്കുകയാണ്. മാറാനാഥ, നമ്മുടെ കർത്താവ് വരാറായി. നമുക്ക് ആത്മമണവാളന്റെ കരം പിടിച്ചു പോകാൻ, നമ്മുടെ വിത്തുകളെ ഭദ്രമായിട്ട് നനച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് ആർപ്പോടെ കൊയ്തു പോകാൻ ദൈവം നമ്മളെ ഓരോരുത്തരും സഹായിക്കട്ടെ. താങ്ക് യു. പ്രൈസ് ദി ലോർഡ്. വളരെ അധികം മനോഹരമായ ഒരു ദൈവവചനം നമുക്ക് കേൾക്കുവാനായിട്ട് സാധിച്ചു. വളരെ ശക്തമായിട്ട് ദൈവവചനത്തിൽ നിന്ന് നമുക്ക് കേൾക്കുവാനായിട്ട് ദൈവം നമുക്കിടയാക്കി. നമ്മൾ ഓരോരുത്തരും എപ്രകാരമാണ് നമ്മൾ ആയിരിക്കുന്നത്. സങ്കീർത്തനക്കാരനോട് ചേർന്നുകൊണ്ട് കണ്ണുനീരോട് വിതയ്ക്കുന്നവർ ആർപ്പോട് കൊയ്യും എന്നുള്ള ദൈവവചനം നമുക്ക് കേൾക്കുവാനായിട്ട് ദൈവം അവിടുന്ന് സഹായിച്ചു. ദൈവം നമുക്ക് തന്ന വാഗ്ദത്തമാണ് ഇതെന്ന് പ്രിയ സഹോദരിയിൽ കൂടി നമുക്ക് കേൾക്കുവാൻ ഇടയായി. ഇസ്രായേൽ ജനമാകുന്ന ആ വിത്തിനെ ഇന്ന് ദൈവം അവിടുന്ന് ഓരോ ദിവസവും അവിടുന്ന് മടക്കി വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളും ഈ ദിവസങ്ങളായിട്ട് അവിടുത്തെ ലൈറ്റ് പോയതാണെന്ന് തോന്നുന്നത്. വൈഫൈ പോയി കാണും.
കേൾക്കാം. എന്നാ അപ്പോഴത്തേക്ക് ഷേർലി മറ്റേ നമ്മുടെ ശബ്ദമേൻ്റെ ഒരു പാട്ട് പാട്ടോ. ശബ്ദമേൻ്റെ പാട്ട് പാടാം. ഒരു പാട്ട്. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ ബഹുമാനി ദാസിസ് ഓഫീസർ, ബഹുമാന്യ അധ്യക്ഷ, ബഹുമാന്യരായ എല്ലാ കർത്താവ് ദാസിമാർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിന്റെ സ്നേഹങ്ങൾ അറിയും. എന്റെ പ്രിയനേശു രാജരാജൻ തൻ കാന്ത എന്നെ ചേർക്കുന്നാളേറ്റമാസന്നം. എന്റെ പ്രിയനേശു രാജരാജൻ തൻ കാന്ത എന്നെ ചേർക്കുന്നാളേറ്റമാസന്നം. കഷ്ടതകളേറ്റു പൂർണ്ണനായവൻ താതൻ ഹിതമെല്ലാം താൻ നിവർത്തിച്ചോ. കഷ്ട അകലേറ്റു പൂർണ്ണനായവൻ താതൻ ഹിതമെല്ലാം താൻ നിവർത്തിച്ചോ. മൽക്കീസേദെക്കിന്റെ ക്രമപ്രകാരം നിത്യ പൗരോഹിത്യം പ്രാപിച്ചോനവൻ. മൽക്കീസേദെക്കിന്റെ ക്രമപ്രകാരം നിത്യ പൗരോഹിത്യം പ്രാപിച്ചോനവൻ. എന്റെ പ്രിയനേശു രാജരാജൻ താൻ കാന്ത എന്നെ ചേർക്കുന്നാളേറ്റമാസന്നം. സ്വർഗീയ പൗരന്മാർക്കീ ഹരിത്രിയിൽ വാസമേതും യോഗ്യം അല്ലെന്നോരിയോൻ. സ്വർഗീയ പൗരന്മാർക്കീ ഹരിത്രിയിൽ വാസമേതും യോഗ്യം അല്ലെന്നോരിയോൻ. പുത്തനെറുശാലേ നിത്യഭവനം വേഗമൊരുക്കി താനാഗമിച്ചിടും. പുത്തനെറുശാലേ നിത്യഭവനം വേഗമൊരുക്കി താനാഗമിച്ചിടും. എന്റെ പ്രിയനേശു രാജരാജൻ താൻ കാന്ത എന്നെ ചേർക്കുന്നാളേറ്റമാസന്നം. രോഗദുഃഖ പീഡ ഏറി വന്നാലും സൗഖ്യദാതാവായി താൻ കൂടെയുള്ളതാ. രോഗദുഃഖ പീഡ ഏറി വന്നാലും സൗഖ്യദാതാവായി താൻ കൂടെയുള്ളതാൽ. ചൂണി തന്നിൽ ക്ലേശം ദേശമില്ലാതെ വൻകൃപയിലെന്നെ താൻ കാത്തു സൂക്ഷിക്കും. ചൂണി തന്നിൽ ക്ലേശം ദേശമില്ലാതെ വൻകൃപയിലെന്നെ താൻ കാത്തു സൂക്ഷിക്കും. എന്റെ പ്രിയനേശു രാജരാജൻ താൻ കാന്ത എന്നെ ചേർക്കുന്നാളേറ്റമാസന്നം. പോയിടും ഞാൻ എൻ്റെ നാഥൻ പാതയിൽ, ഓടിടും ഞാൻ എൻ്റെ വേല തീർത്തിടാൻ. പോയിടും ഞാൻ എൻ്റെ നാഥൻ പാതയിൽ, ഓടിടും ഞാൻ എൻ്റെ വേല തീർത്തിടാൻ. ശ്രേഷ്ഠ വിളിയാലേ എന്നെ വിളിച്ചോൻ, മുൻപിലുള്ളതാൽ എന്നിൽ ഭീതിയില്ലൊട്ടും. ശ്രേഷ്ഠ വിളിയാലേ എന്നെ വിളിച്ചോൻ, മുൻപിലുള്ളതാൽ എന്നിൽ ഭീതിയില്ലൊട്ടും. എന്റെ പ്രിയനേശു രാജരാജൻ താൻ കാന്ത എന്നെ ചേർക്കും നാളേറ്റമാസന്നം.
നാൾ തോറും പ്രത്യാശ വർദ്ധിച്ചിടുന്നേ, എൻ കാന്തനെ കണ്ടിടാനാശയേറുന്നേ. നാൾ തോറും പ്രത്യാശ വർദ്ധിച്ചിടുന്നേ, എൻ കാന്തനെ കണ്ടിടാൻ ആശയേറുന്നേ. പൊന്നുമുഖം കണ്ടു മുത്തം ചെയ്യുവാൻ, നിത്യായുഗങ്ങൾ തൻ കൂടെ വാഴുവാൻ. പൊന്നുമുഖം കണ്ടു മുത്തം ചെയ്യുവാൻ, നിത്യായുഗങ്ങൾ തൻ കൂടെ വാഴുവാൻ. പ്രിയനേശു രാജരാജൻ താൻ, കാന്ത എന്നെ ചേർക്കുന്നാളേറ്റമാസന്നം. എന്റെ പ്രിയനേശു രാജരാജൻ താൻ, കാന്ത എന്നെ ചേർക്കുന്നാളേറ്റമാസന്നം. പ്രൈസ് ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് നല്ല ഒരു മെസ്സേജിന് ശേഷം അനുഗ്രഹിക്കപ്പെട്ട ഒരു മെസ്സേജ് ആയിരുന്നു. ഞാൻ പറഞ്ഞു വന്നപ്പോഴത്തേക്കും നെറ്റ് പോകാൻ ഇടയായി. അതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് ചോദിക്കുന്നുണ്ട്, ആന്റി കേൾക്കാമോ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അങ്ങോട്ടൊന്നും കേൾക്കുന്നില്ലായിരുന്നു. നെറ്റ് ഇടയ്ക്ക് പോയി, കരണ്ടും പോയി. അതുകൊണ്ടാണ് നമുക്ക് അനുഗ്രഹിക്കപ്പെട്ട ഒരു മെസ്സേജ് ഗീതുവിൽ കൂടി കേൾക്കുവാൻ ഇടയായി. ഈ ദിവസങ്ങളായിട്ട് പ്രാർത്ഥനയോടെ, അനുതാപത്തോടെ, കണ്ണുനീരോടുകൂടി ദൈവസന്നിധിയിലേക്ക് നമുക്ക് ഒരുങ്ങി വരാം. നമുക്ക് കർത്താവിന്റെ വരവിന് വേണ്ടി നമുക്ക് ഏറെ പ്രത്യാശയോടുകൂടി ദിവസങ്ങളായിട്ട് ദൈവസന്നിധി നമുക്കായിരിക്കാം. അതിനുശേഷം പ്രിയ ശാന്തമാന്റിയിൽ കൂടി അനുഗ്രഹിക്കപ്പെട്ടതായ വളരെ മനോഹരമായിട്ടുള്ള ഒരു ഗാനം ശ്രവിക്കുവാൻ നമുക്കിടയായി. സോഫി ആന്റി പറഞ്ഞതുപോലെ പറയുമ്പോൾ തന്നെ ആന്റി വളരെയധികം ഒരുക്കത്തോടു കൂടിയാണ് ഇരിക്കുന്നത് പാട്ട് പാടാൻ. ഞാനൊക്കെ ആണെങ്കിൽ കുറച്ച് കഴിയട്ടെ, പാട്ട് നോക്കിയിട്ടില്ല എന്നൊക്കെ പറയും. പക്ഷെ ആന്റിയെ സംബന്ധിച്ച് അങ്ങനെയല്ല. പാട്ട് പാടാമെന്ന് പറഞ്ഞ ഉടനെ ആന്റി പാട്ട് പാടും. ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. വളരെ മനോഹരമായ ഒരു പ്രത്യാശയുടെ ഗാനം ആലപിക്കുവാൻ തക്കവണ്ണം ശാന്തമാന്റിയെ ദൈവം അവിടുന്ന് ഉപയോഗിച്ച അവന്റെ വൻകൃപകൾക്കായി നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. ഇനിയും ധാരാളമായി കർത്താവിന് വേണ്ടി പാടുവാൻ തക്കവണ്ണം സർവശക്തനായ ദൈവം അവിടുന്ന് കൃപ നൽകട്ടെ. അടുത്തതായിട്ട് ഒരു സോങ് തന്നെയാണ്, ഒരു സോളോ സോങ് ആണ്. സിസ്റ്റർ ജെസ്സി ആന്റിയെ ക്ഷണിച്ചോളുന്നു. സോളോ സോങ് ജെസ്സി രാജു ആന്റിനെ ക്ഷണിച്ചോളുന്നു. ജെസ്സി ആന്റിക്ക് പകരം ഇപ്പൊ ശാന്തമാന്റി പാടിയത്. ജെസ്സി ആന്റി ഇല്ല കേട്ടോ. ആണോ? അടുത്ത പ്രോഗ്രാം ചെയ്തു. അടുത്ത പ്രോഗ്രാം ബൈബിൾ റീഡിങ് സിസ്റ്റർ റെൻസി ജോർജ്. കണ്ണാടി വെച്ചോട്ടെ. പ്രൈസ് ദി ലോർഡ്. 18-ാം സങ്കീർത്തനം. എന്റെ ബലമായ യഹോവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. യഹോവ എന്റെ ശൈലവും എന്റെ കോട്ടയും എന്റെ രക്ഷകനും എന്റെ ദൈവവും ഞാൻ ശരണമാക്കുന്ന എന്റെ പാറയും എന്റെ പരിചയം എന്റെ രക്ഷയായ കൊമ്പും എന്റെ ഗോപുരവും ആകുന്നു. സ്തുത്യനായ യഹോവേ, അപേക്ഷിക്കുകയും എന്റെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് രക്ഷ പ്രാപിക്കുകയും ചെയ്യും. മരണപാശങ്ങൾ എന്നെ ചുറ്റി, അഗാധ പ്രവാഹങ്ങൾ എന്നെ ഭ്രമിപ്പിച്ചു. പാതാളപാശങ്ങൾ എന്നെ വളഞ്ഞു, മരണത്തിന്റെ കെണികളും എന്നെ തുടർന്ന് പിടിച്ചു. എന്റെ കഷ്ടതയിൽ ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിച്ചു, എന്റെ ദൈവത്തോട് നിലവിളിച്ചു. അവൻ തന്റെ മന്ദിരത്തിൽ നിന്ന് എന്റെ അപേക്ഷ കേട്ടു. തിരുമുമ്പിൽ ഞാൻ കഴിച്ച പ്രാർത്ഥന അവന്റെ ചെവിയിലെത്തി. ഭൂമി ഞെട്ടി വിറച്ചു, മലകളുടെ അടിസ്ഥാനങ്ങൾ ഇളകി. അവൻ കോപിക്കിയാൽ അവ കുലുങ്ങിപ്പോയി. അവന്റെ മൂക്കിൽ നിന്ന് പുക പൊങ്ങി, അവന്റെ വായിൽ നിന്ന് തീ പുറപ്പെട്ടു ദഹിപ്പിച്ചു. തീക്കന്നൽ അവങ്കിൽ നിന്ന് ജ്വലിച്ചു. അവൻ ആകാശം ചായച്ചിറങ്ങി, കൂരിൽ അവന്റെ കായ്ക്കീഴിലായിരുന്നു. അവൻ കെരൂബിനെ വാഹനമാക്കി പറന്നു. അവൻ കാറ്റിന്റെ ചിറകിന്മേലിരുന്ന് പറപ്പിച്ചു. അവൻ അന്ധകാരത്തെ തന്റെ മറവും ജലതമസിനെ ആകാശമേഘങ്ങളെയും തനിക്ക് ചുറ്റും കൂടാരമാക്കി. അവന്റെ മുമ്പിലുള്ള പ്രകാശത്താൽ ആലിപ്പഴം തീക്കനലും അവന്റെ മേഘങ്ങൾ കൂടി പൊഴിഞ്ഞു. അവൻ യഹോവ ആകാശത്തിൽ ഇടിമുഴക്കി. അത്യുന്നതൻ തന്റെ നാദം കേൾപ്പിച്ചു. ആലിപ്പഴവും തീക്കനലും പൊഴിഞ്ഞു. അവൻ വസ്ത്രം എയ്ത് അവരെ ചിതറിച്ചു. മിന്നലയച്ചു അവരെ തോൽപ്പിച്ചു. യഹോവയെ, നിന്റെ വസനത്താലും നിന്റെ മൂക്കിലെ ശ്വാസത്തിന്റെ ഊത്തിനാലും നീർത്തോടുകൾ കാണായി വന്നു. ഭൂതലത്തിന്റെ അടിസ്ഥാനങ്ങൾ വെളിപ്പെട്ടു. അവൻ ഉയരത്തിൽ നിന്ന് കൈനീട്ടി എന്നെ പിടിച്ചു.
ഹല്ലേലൂയ. പെരുവെള്ളത്തിൽ നിന്നും എന്നെ വലിച്ചെടുത്തു. ബലമുള്ള ശത്രുവിന്റെ കയ്യിൽ നിന്നും എന്നെ പകച്ചവരുടെ പക്കൽ നിന്നും അവൻ എന്നെ വിടുവിച്ചു. അവർ എന്നിലും ബലമേറിയവരായിരുന്നു. എന്റെ അനർത്ഥ ദിവസത്തിൽ അവർ എന്നെ ആക്രമിച്ചു. എന്നാൽ യഹോവ എനിക്ക് തുണയായിരുന്നു. കഴിഞ്ഞോ? Praise the Lord. വലിയ വാക്യം അവിടെ കൊണ്ട് സ്റ്റോപ്പ് ചെയ്തരാം കേട്ടോ. സ്തോത്രം. സ്തോത്രം. വളരെ മനോഹരമായ ഒരു സങ്കീർത്തനം. പിന്നെ ഞാൻ വലിയ വാക്യം തെരഞ്ഞെടുത്തത് എനിക്കിവിടെ മിണ്ടാനും പറയാനും ആരുമില്ല. അപ്പൊ പിന്നെ വചനം വായിച്ച് ശബ്ദം വെച്ചിട്ട് പുറത്ത് വരട്ടെന്ന് ഓർത്ത വലിയ തെരഞ്ഞെടുത്ത്. പിന്നെ നിങ്ങളുടെ സമയം ഞാൻ കളയുന്നില്ല. ഓക്കെ, ഗോഡ് ബ്ലെസ് യു ഓൾ, ലവ് യു ഓൾ. ദൈവത്തിന് സ്തോത്രം. പ്രിയ സിസ്റ്റർ കൂടി മനോഹരമായ 18-ാം സങ്കീർത്തനം നമുക്ക് ദൈവം ഇന്ന് ദാനമായി തന്നതിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ദൈവത്തിന്റെ സ്നേഹത്തെക്കുറിച്ചും അവന്റെ ബലബദ്ധത്തെക്കുറിച്ചും അവൻ എത്രയോ വലിയവനാണെന്ന് ആ സങ്കീർത്തനത്തിൽ നമുക്ക് വായിച്ചു കേൾക്കുവാനിടയായി. ദൈവം അവൻ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. അടുത്തതായിട്ട് ബൈബിൾ സോങ് റെഫറൻസ് ആണ് സാജൻ പാസ്റ്റർ ക്ഷണിച്ചുകൊള്ളുന്നു. ബൈബിൾ സോങ് റെഫറൻസ്. എല്ലാവരും പാട്ട് പാടുന്നതിന് വേണ്ടി ഒരുങ്ങിയിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കേൾക്കാമോ? കേൾക്കാം. ഓക്കെ. എല്ലാവരും സന്തോഷമായിരിക്കുന്നു വിശ്വസിക്കുന്നു. നമുക്ക് ഇന്നത്തെ ഈ ഹോപ്പ്ഫുൾ മിനിസ്ട്രിയുടെ ഈ മീറ്റിംഗിൽ നമുക്ക് ഒരുമിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് ഇടയാക്കിയല്ലോ. വിശേഷാൽ ഇന്നത്തെ മീറ്റിംഗ് ലീഡ് ചെയ്യുന്ന പ്രിയ ഡെയ്സി സിസ്റ്റർ, കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്നവനായ യേശു കർത്താവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. നമ്മൾ ഒരുമിച്ച് കൂടി നമുക്ക് കർത്താവ് തന്നിട്ടുള്ള ചില കഴിവുകളൊക്കെ പ്രകടിപ്പിക്കാം. നല്ല മെസ്സേജ് ആയിരുന്നു ഈ ദിവസത്തെ. കർത്താവ് അനുഗ്രഹിക്കട്ടെ ശക്തമായി. ആമേൻ. കർത്താവ് അവരെയൊക്കെ ഉപയോഗിക്കട്ടെ. നല്ല പാട്ടും നല്ല പ്രോഗ്രാമും ഒക്കെ നമുക്കൊരു സന്തോഷം തരുന്ന കർത്താവിന്റെ സന്നിധിയിൽ സന്തോഷിക്കുവാൻ അവൻ ഫിൽപ്പി പറയുന്നത്, സന്തോഷിപ്പീൻ, ഇടവിടാതെ സന്തോഷിപ്പീൻ, എപ്പോഴും സന്തോഷിപ്പീൻ. നമുക്ക് ദൈവത്തിൽ സന്തോഷിക്കുവാൻ, നമുക്ക് പ്രയാസം ഭാരങ്ങളൊക്കെ ഉള്ളവരാണെങ്കിലും നമുക്ക് സന്തോഷിക്കാൻ ഒരുമിച്ച് കൂടി ദൈവമക്കൾ ഒരുമിച്ച് കൂടുന്നിടത്ത് ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്. ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ അവിടെ ഭയങ്കര സന്തോഷമാണ്. നമുക്കതുകൊണ്ട് ബൈബിൾ എന്നുള്ള വാക്യങ്ങൾ ഉൾപ്പെട്ട പാട്ടുകളാണ് നമ്മൾ പാടുന്നതെല്ലാം. അപ്പം നമുക്ക് ബൈബിൾ സോങ് റെഫറൻസിലേക്ക് പ്രവേശിക്കാം. ഞാൻ പാട്ട് പാടും. അത് പാടി നിർത്തിയതിന് ശേഷം ആ വാക്യം, അതിന്റെ റെഫറൻസ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഞാൻ ക്ലൂ തരുന്നതായിരിക്കും. ഓക്കെ. പോയിന്റ് ആരാ നോട്ട് ചെയ്യുന്നത്? അങ്ങനെ പോയിന്റ് ഒന്ന് ആരാ അത് ഒന്ന് കൈകാര്യം ചെയ്യണം. ഓക്കെ. അതിന്റെ ഒന്നാമത്തെ പാട്ട് ഞാൻ പാടുകയാണ്. ആകാശത്തിൻ കീഴിൽ വേറൊരു നാമമില്ലല്ലോ, യേശുനാമമല്ലാതെ, യേശുനാമമല്ലാതെ. ആകാശത്തിൻ കീഴിൽ വേറൊരു നാമമില്ലല്ലോ, യേശുനാമമല്ലാതെ, യേശുനാമമല്ലാതെ. അപ്പോസ്തലപ്രവൃത്തി 4:12. അതെ, അത് വളരെ കറക്റ്റ് ആണ് ആ ഉത്തരം. ഓക്കെ, താങ്ക് യു. ഓക്കെ, അത് ഞാന് അടുത്ത പാട്ട് പാടുകയാണ്. വടുതിക്കാറ്റേ നല്ല തെന്നിക്കാറ്റേ പ്രിയൻ തോട്ടത്തിൽ നിൽക്കുന്ന നടുതലകളിന്മേൽ. വടുതിക്കാറ്റേ നല്ല തെന്നിക്കാറ്റേ പ്രിയൻ തോട്ടത്തിൽ നിൽക്കുന്ന നടുതലകളിന്മേൽ. നൽസുഗന്ധം വീശും നേരം വന്നിയും. ഓക്കെ, ആ പാട്ട് ഏത് റെഫറൻസ് ആണെന്നൊക്കെ അറിയാമോ? ഉത്തമഗീതമാണെന്ന് അറിയാം. അതെ. അത് എവിടാണ് അധ്യായം എവിടാന്ന് പറഞ്ഞു വേഗം ബാക്കി. അധ്യായം 3-ാമത്തെ അധ്യായം കഴിഞ്ഞിട്ടാ. അതിലും വലിയ ക്ലൂ ഇനി സ്വപ്നങ്ങളിൽ മാത്രം. അത് തന്നെ വളരെ കറക്റ്റ് ആണ്. ഓക്കെ, അപ്പം അടുത്ത പാട്ടിലേക്ക് പ്രവേശിക്കുകയാണ്.
ഉയർത്തിയിടും ഞാൻ എൻ്റെ കൺകൾ തുണയാരുളും വൻകീരിയിൽ. പറഞ്ഞോ. സങ്കീർത്തനം 121. സങ്കീർത്തനം 121 ഓക്കെ കറക്റ്റ് ആണത്. ഓക്കെ, അടുത്ത പാട്ട് വരുന്നു. അതിന്റെ ആൻസർ ആരാ പറഞ്ഞ ശ്രദ്ധിച്ചോ? പണിയാതിരുന്നാൽ. ഒരു സെക്കൻഡ് സജ. അത് ഞാനാ പറഞ്ഞേ. ഡെയ്സി ആയിരുന്നു. ഡെയ്സി സിസ്റ്റർ ആദ്യം പറഞ്ഞു, ഞാൻ രണ്ടാമത്. പാട്ട് പാടിക്കഴിഞ്ഞു. കർത്താവ് ഭവനം പണിയാതിരുന്നാൽ നിഷ്ഫലമാകും പ്രയത്നമെല്ലാം. സങ്കീർത്തനം 127:1. വളരെ കറക്റ്റ് ആണ്. അടുത്ത പാട്ട് വരുന്നു. വൻമഴ പെയ്തു നദികൾ പൊങ്ങി എൻ വീടിന്മേലാഞ്ഞടിച്ചു. വൻമഴ പെയ്തു നദികൾ പൊങ്ങി എൻ വീടിന്മേൽ കാറ്റടിച്ചു. എത്രാമത്തെ വാക്യം ഏതാ? 7:25. അതെ വളരെ കറക്റ്റ് ആണ്. എല്ലാരും ഒന്ന് ഉത്സാഹിച്ചാൽ അടുത്ത പാട്ട് നമുക്ക് പിടിക്കാം. വളരെ നല്ലൊരു പാട്ടാ. യേശുവേ നാഥാ അങ്ങേ ഞാൻ ആരാധിക്കുന്നു സ്തുതിക്കുന്നു. പാട്ട് കേട്ടോ? പാട്ട് കേട്ടു. സങ്കീർത്തനത്തിലാണോ? അല്ലല്ല, യഹസ്കേല. പാട്ട് നല്ലതാ, അതിന്റെ ആൻസർ അറിയണില്ല. 50 ഒരു 3 കുറച്ചാൽ അധ്യായം കിട്ടും. ഭയങ്കര കാൽക്കുലേറ്റർ എടുക്കണം. ക്ലൂ കിട്ടിയില്ലേ? കിട്ടി. ഒന്നിനും 10നും ഇടയ്ക്കുണ്ട്. 47-ാം അധ്യായം 1-നും 10നും ഇടയ്ക്ക്. അത്രയും ക്ലൂ തന്നിട്ട് ആരും പറയുന്നില്ല. യേശുവേ നാഥ അങ്ങേ ഞാൻ ആരാധിക്കുന്നു സ്തുതിക്കുന്നു. ജീവനും എന്റെ സർവസ്വവും. അതെ. 47-ന്റെ 4 അതെ. ഒന്ന് വായിച്ചോ. അവൻ പിന്നെ 1000 മൈൽ വളർന്നു. പോയിന്റ് ഇടണേ, മറക്കല്ലേ. ഗപ്പ് ഇട്ടുണ്ടതാ, ഗപ്പ്. അതെങ്ങനെയാവും? ആ പാട്ട് കറക്റ്റ് അല്ലല്ലോ. മുട്ടോളമല്ല, അത് മൊത്തം പാടാൻ സമ്മതിച്ചില്ല. മുട്ടോളമല്ല അരയോളമല്ല വരിയാണ് പാടിയിരുന്നുണ്ട്. അതാ നീ പാടിയ പാട്ട് തെറ്റി. അത് ക്യാൻസൽ ചെയ്തേരെ. പാട്ട് തെറ്റിയിട്ടില്ല. മുട്ടോളമല്ല അരയോളം പോരാ എന്നുള്ളതാണ് അതിന്റെ സ്റ്റാൻസ്. നീ പാടിയ പാട്ടിന്റെ ഈ പറഞ്ഞ വരി വരത്തില്ല. ഇല്ല, അത് കഴിഞ്ഞിട്ട് ഒരു വരി ഉണ്ടായിരുന്നു, അത് പാടിയില്ല. ഓക്കെ, അത് ക്യാൻസൽ ചെയ്ത് സമയം കളയണ്ട, നമുക്ക് അടുത്തതിലോട്ട് കയറാം. ഞാനത് പാടാൻ ഒരു വരി പാടാൻ പറ്റാഞ്ഞുകൊണ്ട് ഒരു പ്രശ്നമാണ്. ഓക്കെ, അവൻ പാടിയ പാട്ട് മുട്ടോളമല്ല അരയോളവും മറ്റേ ട്യൂൺ മാറി, മറ്റേ പാടി അതിന്റെ ആദ്യം യേശുവേ നാഥ അങ്ങേ അങ്ങനല്ല, അങ്ങനെ ആ പാട്ടിന്റെ അല്ല. ഓക്കെ ശരിയാ. നമുക്ക് അതിനെക്കുറിച്ച് ഡിസ്കഷന്റെ അവസാനം നടത്തുന്നതായിരിക്കും. ഞാൻ അതിന്റെ ക്ഷമ ചോദിക്കുന്നു. ഓക്കെ. ഭൂവാസികളെ
യഹോവയ്ക്ക് അർപ്പിടുന്നു. ഓക്കെ ഓക്കെ, അത് കറക്റ്റാ, അത് കറക്റ്റാ. വിജി ജോ ഞാൻ ആദ്യം പറഞ്ഞത് ജെയ്സി പിന്നെ ഇത്രയും നേരം മിണ്ടാതിരുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവർ വാങ്ങിക്കട്ടെ എന്ന് കരുതി മിണ്ടാതിരുന്ന കേട്ടോ. ആളിന്റെ പ്രസൻസ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇത്ര ആത്മാർത്ഥത ഉള്ള ഒരു സഹോദരി നോക്കി. അതെ അതെ, സമ്മതിച്ചു വന്നിരിക്കുന്നു. ഏതായാലും അതുമായിട്ട് ബന്ധപ്പെട്ടൊരു പാട്ട് പാടാം. അടുത്തത്, എന്നെ നേടുന്ന സന്തോഷമോർത്തതാൽ നിന്നകൾ സഹിച്ചു മരിച്ച നാഥനെ, എന്നെ നേടുന്ന സന്തോഷമോർത്തതാൽ. ഓക്കെ, പറഞ്ഞോ. എബ്രായറാണോ? എബ്രായർ 3:5 അല്ല, അതിനകത്ത് 13 എബ്രായർ അടുത്ത് വരുന്നുണ്ട്. 12:3 അതെ 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 12:3. അതെ അതെ, കണ്ണ് കാണാൻ 12:3 അങ്ങനെ കണ്ടു കാണാൻ വയസ്സും പ്രായമൊക്കെ ഓക്കെ ആയില്ലേ. ഓക്കെ, അന്നേരം അടുത്ത പാട്ടിലോട്ട് കയറുകയാണ്. ആകാശം മാറും, ഭൂതലവും മാറും, ആദി മുതൽക്ക് മാറാതുള്ളത് നിൻ വചനം മാത്രം. 19 ആണോ? അല്ല, പുസ്തകം ഒന്ന് പറയാമോ? മത്തായി ആണേ. കുടുംബത്തോടെ നമ്മുടെ ഒരു ദിവസം എത്ര മണിക്കൂറുണ്ട്? 35 സങ്കീർത്തനം 20. ഓക്കെ ഓക്കെ, ശരിയാ. മത്തായി 24:35. അതെ അതെ. അവിടുന്ന് വന്നു. അടുത്തത് പാടുന്നു. 2 പേരൻ നാമത്തിൽ കൂടുന്നിടത്തെല്ലാം എൻ സാന്നിധ്യം വരുമെന്ന് അവൻ ചൊന്നതല്ലയോ. 2 പേരൻ നാമത്തിൽ കൂടുന്നിടത്തെല്ലാം എൻ സാന്നിധ്യം വരുമെന്ന് അവൻ ചൊന്നതല്ലയോ. അത് തന്നെ. ഇടി മൊത്തം മത്തായി കിട്ടാ. പോരട്ടെ. എത്ര? 19, 20. ഓക്കെ ഓക്കെ, ശരിയാ. മത്തായി 18:20. മത്തായി 20-ന്റെയോ? മത്തായി 18:20. ആരാ പറഞ്ഞേ? പറഞ്ഞതാരാ? ഓ, ചൈനീസ് സിസ്റ്റർ. ഓക്കെ, അടുത്തത് ഫൈനൽ പാട്ടാണ്. വളരെ ആവേശത്തോടെ വേണം ഈ ഒരു പാട്ട് നിങ്ങൾ കേൾക്കാൻ കേട്ടോ. നിനക്കെതിരായി വരും ആയുധം ഫലിക്കയില്ല, നിനക്കെതിരായി വരും. പറഞ്ഞു. പ്രവാചകന്റെ പുസ്തകമാണ്. അതെ. എന്റെ വയസ്സറിയാൻ എത്ര പേരുണ്ട്? ആർക്കും അറിയത്തില്ല. 60. എന്നാ 60 ആദ്യം എടുത്ത് നോക്ക്. ഞാൻ പറഞ്ഞു കൊടുക്കത്തില്ല അങ്ങനെ, എനിക്കറിയാം. പക്ഷെ 50 ഇതെല്ലാവർക്കും അറിയാവുന്ന ഒരു ഇതാണല്ലോ. ബർത്ത്ഡേക്കൊക്കെ എന്താ ഏജ് ഞാൻ പറഞ്ഞതാ. എന്നാ ഞാൻ ഒന്നുകൂടെ പറയാം. 54-ല്ല. 54-17. അതെ 17. അതെ 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 അതെ. ഇത്രയും വലിയ ക്ലൂ സ്വപ്നങ്ങളിൽ മാത്രമേ ഉള്ളൂ. ഞാൻ മാത്രമേ ഇങ്ങനെ കൊടുക്കുന്നുള്ളൂ. ഓക്കെ, വളരെ ആവേശത്തോടെ ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത എന്റെ പ്രിയപ്പെട്ടവർക്കെല്ലാം പ്രത്യേകം നന്ദി, സ്നേഹം അറിയിക്കുന്നു. കർത്താവ് എല്ലാവരെയും
ധാരാളം അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ്, നിങ്ങളൊരു കാര്യം പറഞ്ഞോ? ഇല്ല. കർത്താവ് വരാറായി, പെട്ടെന്ന് ഒരുങ്ങുക. ഓക്കെ, പ്രൈസ് ലോർഡ്. മാറാനാഥ. അറിയാത്തവർക്ക് വേഗം. ഓക്കെ, പ്രൈസ് ലോർഡ്. താങ്ക് യു. ദൈവത്തിന് സ്തോത്രം. വളരെ അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു പ്രോഗ്രാം ആയിരുന്നു. നമുക്ക് ദൈവവചനം എവിടെയാണ് കിടക്കുന്നത് എന്നറിയാനും പാട്ടിൽ കൂടി നമുക്ക് ആ ദൈവവചനം എടുക്കുവാനൊക്കെ സഹായിച്ചു. പെട്ടെന്ന് ദൈവവചനം എവിടെയാണ്, ആ വാക്യങ്ങളൊക്കെ എവിടെയാ കിടക്കുന്നത് അനുസരിച്ച് പെട്ടെന്ന് അത് പെട്ടെന്ന് നമുക്ക് അറിയുവാനായിട്ട് സാധിക്കും ദൈവവചനം എവിടെയാണ് കിടക്കുന്നതെന്ന്. അങ്ങനെ അത് പാട്ടിൽ കൂടി വളരെയധികം മനോഹരമായിട്ട് അവതരിപ്പിച്ചതായ സാജൻ പാസ്റ്റർക്ക് നന്ദി അറിയിക്കുകയാണ്. എല്ലാവരും തന്നെ ഓരോരോ വാക്യങ്ങൾ പറയുവാനെല്ലാം ദൈവം ഇടയാക്കി. ഇനിയും ദൈവവചനത്തിൽ നമ്മൾ വളരെയധികം അറിവുള്ളവരായി നമുക്ക് തീരാം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് അടുത്ത പ്രോഗ്രാമിലേക്ക് നമുക്ക് കടക്കാം. അടുത്തതായിട്ട് ഒരു ചെറുകഥയാണ്, ഷോർട്ട് സ്റ്റോറിയാണ്. നമ്മുടെ ലിസി ആന്റിയെ അതിനുവേണ്ടി ക്ഷണിച്ചുകൊള്ളുന്നു. പ്രൈസലോ, ഞാൻ വീഡിയോ ഓണാക്കാൻ പറ്റത്തില്ല. ഓണാക്കിയ ഉടനെ ഇത് ചക്കായി പോകും. അതുകൊണ്ട് ക്ഷമിക്കണം. പ്രൈസലോ, കടന്നിരിക്കുന്ന എല്ലാ വാത്സല്യ പ്രിയപ്പെട്ടവർക്കും, പ്രത്യേകിച്ച് സോയിമാമയ്ക്കും വേഗം വരുന്ന കർത്താവിന്റെ നാമത്തിലെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഞാനൊരു സ്റ്റോറി പറയുവാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ കഥയുടെ പേര് ഈ കടം ആര് കൊടുത്തു തീർക്കും. ഒരിക്കൽ ഒരു രാജ്യത്ത് ഒരു വിശ്വസ്തനായ ഒരു മിലിറ്ററി ഓഫീസർ ജീവിതത്തോടും കൂടെ താൻ ജീവിച്ചു വരുന്ന കാലഘട്ടത്തിൽ തൻ്റെ ജീവിതത്തിൽ പ്രത്യേകമായ ഒരു സന്ദർഭത്തിൽ വളരെ ദുഃഖകരമായ അനുഭവങ്ങളിലൂടെ താൻ കടന്നു പോകേണ്ടി വന്നു. താൻ വിശ്വസ്തനും സത്യവാനുമായിരുന്നു കൊണ്ട് പലരും തന്നെ ചതിക്കുകയും വഞ്ചിക്കുകയും ചെയ്യുവാനിടയായി. ഇതിന്റെ ഫലമായിട്ട് താൻ ഒരു വലിയ കടഭാരത്തിലൂടെ കടന്നു പോകുവാനിടയായി. താൻ എല്ലാ വർഷവും നാട്ടിലേക്ക് ലീവിന് കടന്നു വരുമ്പോൾ തൻ്റെ ഭാര്യ, തൻ്റെ കുഞ്ഞുങ്ങൾ, മാതാപിതാക്കളുമായി വളരെ സന്തോഷത്തോടെ കഴിയുകയും ലീവ് കഴിഞ്ഞ് ആനന്ദത്തോടുകൂടെ താൻ ജോലി സ്ഥലത്തേക്ക് മടങ്ങി പോവുകയും ചെയ്യുക പതിവായിരുന്നു. പെട്ടെന്നാണ് തൻ്റെ ജീവിതത്തിൽ പ്രതികൂലത്തിന്റെ കാറ്റുകൾ ആഞ്ഞടിക്കുവാൻ തുടങ്ങിയത്. താൻ ഒരു നാൾ തൻ്റെ വീട്ടിലേക്ക് താൻ ലീവിന് വരുമ്പോൾ പരിതാപകരമായ അനുഭവത്തിലൂടെ തൻ്റെ കുടുംബം കടന്നു പോകുന്നു കാണുവാനിടയായി. വളരെ ദുഃഖത്തിലും ഭാരത്തിലും വേദനയിലൂടെ താൻ ആ കുടുംബം മുൻപോട്ട് കടന്നു പോവുകയാണ്. ഒരു നേരത്തെ ആഹാരത്തിന് പോലും വകയില്ലാത്തൊരു അനുഭവത്തിലേക്ക് ആ കുടുംബം മാറുവാനിടയായി. തനിക്ക് ലഭിക്കുന്നതായ ശമ്പളം മുഴുവൻ കടം കൊടുത്തിട്ടും അത് വീട്ടുവാൻ കഴിയാതെ ഭീമമായ ഒരു തുകയിലേക്ക് പിന്നെയും മാറുവാനിടയായി തീർന്നു. താൻ അങ്ങനെ ലീവിന് വന്നപ്പോൾ വളരെ വേദനജനകമായി തൻ്റെ ജീവിതം മാറുവാനിടയായി. വളരെ ദുഃഖകരമായ അനുഭവത്തിലൂടെ ആ ദിനങ്ങൾ താൻ തള്ളി നീക്കി. പെട്ടെന്ന് തൻ്റെ ജീവിതത്തിൽ ഒരു ചിന്ത വന്ന്, ഇനി ഞാൻ ജീവിച്ചിരുന്നിട്ട് യാതൊരു പ്രയോജനവുമില്ല. എല്ലാവരുടെയും നടുവിൽ ഞാൻ നിന്ദിക്കപ്പെടുന്നു. കാരണം ദിവസവും കടക്കാർ തൻ്റെ ഭവനത്തിലേക്ക് വന്ന് കടം വീട്ടുവാൻ കഴിയാത്ത വിധത്ത് പോകേണ്ട ഒരു അവസ്ഥയിലൂടെ താൻ കടന്നുപോയി. തന്നെ സഹായിപ്പാൻ ആരുമില്ല. എന്നാൽ ഈ ഓഫീസർ അനേകരെ സഹായിച്ച വ്യക്തിയാ. തൻ്റെ ഒരു പരിതാപകാരുമില്ല. അങ്ങനെ പെട്ടെന്ന് തൻ്റെ ഉള്ളത്തിൽ ഇനി ലോകത്ത് താൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല, ഈ ലീവിന് വന്ന് ഇനി അടുത്ത ജോലിയിലേക്ക് താൻ പ്രവേശിക്കുവാൻ ആഗ്രഹിക്കാതെ താൻ തീരുമാനമെടുത്ത് മരിക്കണമെന്ന തീരുമാനത്തോടു കൂടെ താൻ ഒരു സുപ്രഭാതത്തിൽ തൻ്റെ വീട്ടിൽ നിന്നും ജോലി സ്ഥലത്തേക്ക് മടങ്ങി പോവുകയാണ്. അപ്പോൾ ഭാര്യ അമ്മയൊക്കെ പറയുന്നുണ്ട്, ലീവ് തീർന്നില്ലല്ലോ, എന്തിനാണ് ഇപ്പോൾ പെട്ടെന്ന് കടന്നു പോകുന്നതെന്ന്. താൻ പറഞ്ഞു, ഇല്ല, എന്നെ തൻ്റെ മെയിൻ ഓഫീസർ വിളിച്ചിരുന്നു, വേഗം ചെല്ലണമെന്ന് പറഞ്ഞു, വിളിക്കുവാനിടയായെന്ന് പറഞ്ഞു. താൻ കള്ളം പറഞ്ഞിട്ടെ താൻ തൻ്റെ ജോലി സ്ഥലത്തേക്ക് മടങ്ങി പോകുവാനിടയായി. താൻ അവിടെ ചെന്നപ്പോൾ നിരാശനായി ദുഃഖിതനായി ആ ദിവസം കഴിക്കുവാനിടയായി തീർന്നു. അപ്പോൾ പെട്ടെന്ന് രാജ്യത്തൊരു കലാപം പൊട്ടിപ്പുറപ്പെട്ട് യുദ്ധത്തിൻ്റെതായ ശ്രുതികൾ മുഴങ്ങുവാനിടയായി. അപ്പോൾ നാട്ടിലൊക്കെ കടന്നുപോയ എല്ലാ ഉദ്യോഗസ്ഥന്മാരെയും വിളിച്ചു വരുത്തി യുദ്ധത്തിന് അതിൻ്റെതായ കാര്യങ്ങൾ ക്രമീകരിക്കപ്പെടുന്ന ആ സന്ദർഭത്തില് ഈ മനുഷ്യൻ ഒരു രാത്രിയിലെ വളരെ വേദനാജനകമായ അനുഭവത്തിലൂടെ കടന്നുപോയി. താൻ ചിന്താകുലനായി തീർന്ന് ഇനി എങ്ങനെ മുൻപോട്ട് കടന്നു പോകും, എൻ്റെ ഭാര്യയും മക്കളും
വല്ലാത്ത അവസ്ഥയിലൂടെ കടന്നു പോകുന്നു. എൻ്റെ മാതാപിതാക്കൾ ദുഃഖിതരായി തീർന്നു. എല്ലാവരും പഴിക്കുകയും നിന്ദിക്കുകയും ഓരോ ദിവസം കടക്കാർ വന്ന് അപമാനിക്കുകയും ചെയ്യുന്ന ആ കഠോരമായ കാഴ്ചകൾ തൻ്റെ ഹൃദയത്തെ വല്ലാതെ വേദനിപ്പിച്ചുകൊണ്ടിരുന്നു. ഒരു രാത്രി താൻ തീരുമാനമെടുത്തു, ഇനി എൻ്റെ ജീവിതം മുൻപോട്ടില്ല, ഇന്ന് രാത്രി എൻ്റെ ജീവിതം അവസാനിപ്പിക്കുക തന്നെ ഞാൻ ചെയ്യും എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കാര്യങ്ങൾക്ക് മുൻപോട്ട് നീക്കിക്കൊണ്ടേയിരുന്നു. എന്നാൽ പെട്ടെന്നൊരു ഓർഡർ വന്നു, നാളെ യുദ്ധത്തിന് വേണ്ടി എല്ലാവരും സന്നദ്ധരായി ഇരിക്കണമെന്ന് പറയുവാൻ മെയിൻ ഓഫീസർ പറയുവാൻ ഇവരെ അതിൻ്റെതായ എല്ലാ കാര്യങ്ങളൊക്കെ അവർക്ക് അതിൻ്റെതായ കാര്യങ്ങൾ ക്രമീകരിച്ചുകൊണ്ടിരുന്നു. അന്ന് രാത്രിയിൽ ഈ മനുഷ്യൻ തീരുമാനിച്ചു, ഇന്ന് രാത്രി എൻ്റെ ജീവിതം അവസാനിപ്പിക്കണം, ഇനി ജീവിതം മുൻപോട്ട് പോവുകയില്ല. അപ്പോൾ ഓഫീസർ എല്ലാവരോടുമായി പറഞ്ഞ്, ഇന്ന് രാത്രി നിങ്ങൾ താമസിക്കുന്ന ടെന്റുകളിൽ ഒരു വെട്ടമോ വെളിച്ചമോ ഒന്നും കാണുവാൻ ശത്രു സൈന്യം പിടിച്ചിരിക്കുന്നു എന്ന് പറയുവാനിടയായി തീർന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ എല്ലാവരും നേരത്തെ അവരുടെ ടെന്റുകളിൽ അല്ലെങ്കിൽ റൂമുകളിൽ കയറി വാതിലടച്ച് എല്ലാവരും അങ്ങനെ ഭയന്ന് എല്ലാവരും ഇരിക്കുകയാണ്. എന്നാൽ ഈ മനുഷ്യൻ മാത്രം തനിക്ക് ഉറങ്ങുവാൻ കഴിയുന്നില്ല. തനിക്ക് തൻ്റെ ഭാര്യയും തൻ്റെ കുഞ്ഞുങ്ങളെയൊക്കെ താൻ ഓർത്തു പൊട്ടി 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 കരയുവാനിടയായി തീർന്നു. സ്തോത്രം. ഒരു പാതിരാ സമയമായി. ഹല്ലേലൂയ. ഈ മനുഷ്യൻ തൻ്റെ റൂമിനകത്ത് ചെറിയൊരു അരണ്ട വെളിച്ചം മാത്രം വെച്ചുകൊണ്ട് താൻ റൂം ലോക്ക് ഇടാതെ അതിനകത്ത് ഈ മനുഷ്യൻ ആ വെളിച്ചത്തിനകത്ത് ഇരുന്നു കൊണ്ട് ഒരു വെള്ള പേപ്പർ എടുത്തിട്ട് ആ പേപ്പറിനകത്ത് താൻ കൊടുക്കുവാനുള്ള കടക്കാരുടെ പേരുകളെല്ലാം താൻ എഴുതി വെച്ചു. എന്നിട്ട് അത് കൊടുക്കാനുള്ള തുകയും എഴുതി. വലിയ ഭീമമായ ഒരു തുക. ഇത് കണ്ട് മനുഷ്യന്റെ ഹൃദയം പൊട്ടിപ്പോകുന്ന പോലെ വേദനയായി. താൻ നിശ്ചയിച്ചു, ഇനി ഒരിക്കലും ഈ കടം എന്നാലെ വീട്ടുവാൻ കഴിയത്തില്ല. എനിക്ക് ലഭിച്ച ശമ്പളം മുഴുവനും ഞാൻ ചെലവഴിച്ചു. എൻ്റെ വീടും എല്ലാം വഴിയാധാരമായി തീർന്നു. ഞാൻ അപമാനത്തിന്റെ പടുകുഴിയിൽ വീണു. ഞാൻ വിശ്വസ്തനും നീതിമാനുമായ കാര്യങ്ങളൊക്കെ ചെയ്തു. പക്ഷെ എനിക്ക് എല്ലാം പ്രതികൂലമായിരിക്കുന്നു. ഇന്ന് ഇതോടുകൂടെ അവസാനിക്കുക. പിന്നെ മറ്റൊന്നും ആ മനുഷ്യൻ ചിന്തിക്കുവാൻ പോയില്ല. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ കുടുംബം എന്തായിത്തീരും ഒന്നും ചിന്തിക്കാതെ എല്ലാം എഴുതി വലിയ ഭീമമായ ഒരു ആ തുകയ്ക്ക് അടിയില് താൻ ഇങ്ങനെ എഴുതി, എൻ്റെ ഈ കടം ആര് കൊടുത്തു തീർക്കും എന്ന് താൻ എഴുതി വെച്ചിട്ട് തൻ്റെ തോക്ക് നിറച്ചിട്ട് തൻ്റെ കയ്യിൽ വലത് കയ്യിൽ തോക്ക് വെച്ചിട്ട് തൻ്റെ നെറ്റിയോട് ചേർത്ത് താൻ കാഞ്ചി വലിക്കുവാൻ താൻ ആഗ്രഹിച്ചിരുന്നു. പെട്ടെന്ന് തൻ്റെ മനസ്സിലേക്ക് തൻ്റെ ഭാര്യയുടെ മുഖം, തൻ്റെ കുഞ്ഞുങ്ങളുടെ മുഖം, മാതാപിതാക്കളുടെ മുഖം വന്നപ്പോൾ താൻ അവിടെ ഇരുന്നു കൊണ്ട് പൊട്ടി 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 കരഞ്ഞു. കണ്ണുനീർ കൊണ്ട് ആ മേശപ്പുറം നിറയുവാനിടയിൽ കണ്ണുനീർ ഒലിച്ചു ഇറങ്ങുവാനിടയായി തന്നു. താൻ പെട്ടെന്ന് അറിയാതെ അങ്ങ് മയങ്ങിപ്പോയി. ഈ സമയം തൻ്റെ മേലുദ്യോഗസ്ഥൻ മിലിറ്ററി മേലുദ്യോഗസ്ഥൻ രാത്രിയിലെ അവരുടെ കൂടെയുള്ള ഈ ഉദ്യോഗസ്ഥന്മാർ എന്ത് ചെയ്യുന്നു, എന്തെങ്കിലും കള്ളത്തരങ്ങൾ ഇതിനകത്തുണ്ടോ എന്ന് അറിയുന്നതിന് വേണ്ടി ഈ മനുഷ്യൻ വേഷം മാറിയിട്ട് ആ ടെന്റുകൾ പാതിരാത്രിയിൽ പരിശോധിക്കുവാനിറങ്ങി. എല്ലാ ടെന്റുകളും പരിശോധിച്ച് എല്ലായിടത്തും അന്ധകാരമായി കിടക്കുന്നത്, എങ്ങും വെളിച്ചമോ വെട്ടമോ അനക്കോ ഒന്നുമില്ല. താൻ ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്നിടയ്ക്ക് ഒരു റൂമിന്റെ അടുക്കൽ കൂടെ വന്നപ്പോൾ ചെറിയ ഒരു അരണ്ട വെളിച്ചം വെന്റിലേഷൻ വഴിയെ താൻ കാണുവാനിടയെ. തനിക്കപ്പോൾ കോപം വന്ന് താൻ പറഞ്ഞത് ഈ മനുഷ്യൻ അനുസരിച്ചില്ലല്ലോ, എന്നാൽ വിശ്വസ്തനായ ഒരു പടയാളിയാണ് ഈ മനുഷ്യനെന്ന് ഈ ഉദ്യോഗസ്ഥന് നന്നായിട്ടറിയാം. പെട്ടെന്ന് ആ വെന്റിലേഷനിൽ കൂടെ നോക്കിയപ്പോൾ തനിക്ക് എന്തോ ഒരു വല്ലാത്തൊരു സംശയം തോന്നി. ആ മനുഷ്യൻ അങ്ങനെ ചെയ്യുന്ന മനുഷ്യനല്ല. കയ്യിൽ നോക്കിയപ്പോൾ വലതു കയ്യിൽ തോക്ക് വെച്ചിരിക്കുന്നു. ഏത് നിമിഷം കാഞ്ചു വലിക്കാം എന്ന രീതിയിൽ ഇരിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് മനുഷ്യൻ ഈ ഉദ്യോഗസ്ഥന്റെ മനസ്സിൽ വല്ലാത്തൊരു ഭയം വന്നിട്ട് പെട്ടെന്ന് താൻ കതവിലൊന്ന് തള്ളി നോക്കി. ആ കതവ് ലോക്കിട്ടിട്ടില്ല. ഇതൊക്കെ താൻ അന്നും അനങ്ങാതെ അതിനകത്ത് പ്രവേശിച്ചു. താൻ ആ മനുഷ്യനെ നോക്കിയപ്പോൾ ദുഃഖകരമായ വേദനയിലൂടെ കടന്നു പോകുന്ന ഒരു അനുഭവം മനുഷ്യന് ദർശിക്കുവാൻ കഴിഞ്ഞു. കണ്ണുനീർ ഒലിച്ചിറങ്ങിയിരിക്കുന്നു. താൻ വളരെ ഹൃദയവേദനയിൽ കരഞ്ഞതിൻ്റെതായ പാടുകൾ തനിക്ക് മനസ്സിലായി. ഒരു നിമിഷം ഈ ഉദ്യോഗസ്ഥൻ സ്തബ്ധനായി നിന്നു. എന്ത് ചെയ്യണമെന്ന് ഈ മനുഷ്യനും ചിന്തിക്കാൻ കഴിയാതിരുന്നു. താൻ പെട്ടെന്ന് ആ പേപ്പറിലേക്ക് നോക്കി. വലിയ ഒരു എഴുത്ത്, വലിയ ഒരു ഭീമമായ തുക അവിടെ എഴുതി വെച്ചിരിക്കുന്നു. ഈ മനുഷ്യന് മനസ്സിലായി ഇനി ഇത് വീട്ടുവാൻ ഈ മനുഷ്യന് കഴിയുകയില്ല എന്ന്. പെട്ടെന്ന് തൻ്റെ മനസ്സിനകത്ത് ഒരു ചിന്ത വന്ന് ഈ മനുഷ്യനെ സഹായിക്കണം. പെട്ടെന്ന് തൻ്റെ കയ്യിലിരുന്നായ ചുമന്ന മഷിയുള്ള
പേനയെടുത്ത് താൻ ആ തുകയുടെ അടിയിൽ ഇങ്ങനെ എഴുതി, ഈ കടം ഞാൻ കൊടുത്തു തീർക്കും എന്ന് എഴുതിയിട്ട് നെപ്പോളിയൻ ഫെർണാണ്ടസ്, ഈ മനുഷ്യന്റെ ഉദ്യോഗസ്ഥന്റെ പേര് നെപ്പോളിയൻ ഫെർണാണ്ടസ് എന്നാണ്, ആ പേരെഴുതി സൈൻ ചെയ്തിട്ട് പെട്ടെന്ന് താൻ അവിടെ നിന്ന് വെളിയിലിറങ്ങി പോകുവാനായിട്ട് തൻ്റെ ആ ഡ്യൂട്ടി നിർവഹിച്ച് താൻ പോയി. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഈ ഉദ്യോഗസ്ഥൻ പെട്ടെന്ന് സ്വപ്നത്തിലെന്ന പോലെ പെട്ടെന്ന് ഉണർന്നിട്ട് താൻ ആ തോക്കെടുത്ത് ആ നെറ്റിക്ക് വെച്ചിട്ട് കാഞ്ചി വലിക്കാൻ തുടങ്ങുമ്പോൾ ഒന്നുകൂടെ ആ പേപ്പറിലേക്ക് ഒന്ന് നോക്കി. പെട്ടെന്ന് തൻ്റെ മഷിയല്ലാതെ വേറൊരു മഷി കൊണ്ട് എഴുതിയോ എഴുത്ത് തൻ്റെ കണ്ണിൽ പെടുവാനിടയായി തീർന്നു. ആ പെട്ടെന്ന് താൻ നോക്കി, എൻ്റെ കടം എൻ്റെ മേലുദ്യോഗസ്ഥനായ നെപ്പോളിയൻ ഫെർണാണ്ടസ് കൊടുത്തു തീർക്കുമോ എന്ന് ചിന്തിച്ചിട്ടെ ആ മനുഷ്യൻ സപ്തനായി തീരുവാനിടയായി തീർന്നു. സ്തോത്രം. ഉടനെ തൻ്റെ കയ്യിലിരുന്നായ തോക്ക് തൻ്റെ മേലുദ്യോഗസ്ഥൻ കൊടുത്തു തീർക്കും. ഞാൻ ഇന്നു മുതൽ കടനുള്ള മനുഷ്യനല്ല, ഞാൻ സ്വതന്ത്രനാണെന്ന് പറഞ്ഞ് താൻ തുള്ളിച്ചാടി ദൈവത്തെ മഹത്വപ്പെടുത്തുവാനിടയായി തീർന്നു. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, നാം ഇതുപോലെ ഒരു നാൾ ശത്രുവാകുന്ന പിശാചിന്റെ കടക്കണിയിൽ അകപ്പെട്ടവരായിരുന്നു. നാം മരണത്തിന് വിധിക്കപ്പെട്ട് കിടന്നവരായിരുന്നു. ഒരു മനുഷ്യനും നമ്മെ വിടുവിക്കുവാൻ കഴിയാതെ പലരും നോക്കി നമ്മെ ആ കടത്തിൽ നിന്ന് രക്ഷിക്കുവാൻ. എന്നാൽ ഒരു മനുഷ്യനും കഴിയാതെ പോയപ്പോൾ യേശു ക്രിസ്തു എന്ന നല്ല ആ ഓഫീസർക്ക് തുല്യമായി നിൽക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു കടന്നു വന്ന് തൻ്റെ രക്തം ഊറ്റി തന്നുകൊണ്ട് നമ്മെ ആ കടക്കണിയിൽ നിന്നും പിശാചിന്റെ കയ്യിൽ നിന്നും നമ്മെ വിടുവിച്ച് നമ്മെ സ്വതന്ത്രമാക്കുവാനിടയായി തീർന്നു. എന്നാൽ ഈ നാളുകൾ നമ്മുടെ വീണ്ടെടുപ്പിന്റെ വിലയേറിയ അനുഭവം മനസ്സിലാക്കി മുൻപോട്ട് ജീവിക്കുവാൻ ദൈവമായ കർത്താവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. എനിക്ക് ഈ സമയം ഒരുക്കി തന്ന പ്രിയപ്പെട്ടവരോട് നന്ദി അറിയിച്ചുകൊണ്ട് ദൈവത്തിന് സ്തോത്രം. വളരെ മനോഹരമായ ഒരു ചെറുകഥ കേൾക്കുവാൻ തക്കവണ്ണം പ്രിയാന്റിയിൽ കൂടി നമ്മളെ സഹായിച്ചു. വിശ്വസ്തനായ ഒരു മനുഷ്യനെ ചതിച്ചതായ ഒരു കഥയാണ് നമുക്കിവിടെ ചതിയിൽപ്പെട്ടതായ ഒരു കഥയാണ് നമുക്ക് ഇവിടെ കേൾക്കുവാനായിട്ട് ഇടയായത്. വളരെ ദുഃഖത്തിലും ഭാരത്തിലും പ്രയാസത്തിലും വളരെ കടഭാരത്താൽ പ്രയാസപ്പെട്ട ഒരു മനുഷ്യനെ നമുക്ക് കാണുവാനായിട്ട് സാധിച്ചു ഈ ചെറുകഥയിൽ കൂടി. എന്നാൽ അവന്റെ അദ്ദേഹത്തിന്റെ കുടുംബത്തെയും ഭാര്യയെയും മക്കളെയൊക്കെ ഓർക്കുമ്പോൾ ഈ കടഭാരത്താല് ഇങ്ങനെ വളരെയധികം ഭാരപ്പെടുകയാണല്ലോ എന്നോർത്ത് വളരെ അവന്റെ കുടുംബത്തെ ഓർക്കുമ്പോഴെല്ലാം വളരെ ഭാരപ്പെടുവാനെല്ലാം ഇടയായി. ഞാൻ എങ്ങനെ വീട്ടും, എങ്ങനെ മുമ്പോട്ട് പോകും എന്നുള്ളതായ അവസ്ഥകളെല്ലാം വന്നപ്പോൾ അവന്റെ ഉദ്യോഗസ്ഥൻ ആ കടമെല്ലാം വീട്ടി അവനെ സ്വതന്ത്രനാക്കുവാൻ തക്കവണ്ണം ദൈവം അവനെ സഹായിച്ചു. ആ കഥയിൽ നിന്ന് നമുക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ആ കാൽവറി ക്രൂശില് മരിച്ചു. നമ്മുടെ ഓരോരുത്തരെയും കടങ്ങളിൽ നിന്ന്, നമ്മളെ ആ പാപത്തിന്റെ അന്ധകാരത്തിൽ നിന്ന് ദൈവം നമ്മളെ ആ സ്വപുത്രന്റെ ആ സ്വർഗരാജ്യത്തിലാക്കി തീർക്കുവാൻ തക്കവണ്ണം സ്വതന്ത്രമായിട്ട് ദൈവം അതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും എല്ലാ അവസരങ്ങളും നമുക്ക് നൽകി തന്ന് ദൈവരാജ്യത്തിൽ നമ്മളെ അവിടുന്ന് അവകാശികളാക്കി തീർത്ത അവന്റെ മഹാദയക്കായി കൃപകൾക്കായി നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വളരെ മനോഹരമായ ഒരു ചെറുത് കേൾക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മളെ അവിടുന്ന് സഹായിച്ചതിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. അടുത്തതായിട്ട് നമ്മൾ കേൾക്കുവാൻ പോകുന്നത് ബൈബിൾ ക്വിസ് ആണ്. മത്തായിയുടെ സുവിശേഷം 1 മുതൽ 6 വരെയുള്ള അധ്യായങ്ങളിൽ നിന്നാണ് നമ്മൾ ഇന്ന് ബൈബിൾ ക്വിസ് കേൾക്കുവാൻ അവതരിപ്പിക്കാൻ പോകുന്നത്. അതിന് സിസ്റ്റർ ഷാർലി ഷിബുവിനെ ക്ഷണിച്ചോളുന്നു. സിസ്റ്റർ ക്ഷണിച്ചോളൂ. പ്രൈസ് ലോർഡ്. ബഹുമാനപ്പെട്ട അധ്യക്ഷയ്ക്കും ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ആദ്യമായി ഞാനൊരു കാര്യം പറയുകയാണ്. നമ്മളിത് നേരത്തെ ഇതിൻ്റെ ചാപ്റ്റേഴ്സ് തന്നു, ഏതൊക്കെയാണെന്നുള്ള 1 to 6 മത്തായി 1 മുതൽ 6 വരെ ഉള്ള അധ്യായത്തിലാണ്. അപ്പം നിങ്ങളെല്ലാവരും വായിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വായിച്ചവരെ വീഡിയോ ഞാൻ അറിഞ്ഞില്ലേ, ഗ്രൂപ്പിൽ നോക്കണം, അപ്പൊ അറിയാം പ്രോഗ്രാം ഉള്ളപ്പോ. ടീക്കേ, അത് ഒരു എക്സ്ക്യൂസ് അല്ലല്ലോ കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് മറ്റൊന്നുമല്ല, നോക്കി പറയാൻ പാടില്ല, വിശ്വസ്തരായിരിക്കണം. ഇപ്പം നമ്മൾ ചെറുകഥ കേട്ടല്ലോ. ബൈബിൾ നോക്കി പറയണ്ട, ബൈബിൾ നോക്കി പറയാവുന്ന ക്വസ്റ്റ്യൻ അടുത്തത് വരുന്നുണ്ട്. സൂഫ്മാമ്മ പറയുന്നുണ്ട്, അടുത്ത് നടത്തുന്നുണ്ട്. അന്നേരം നോക്കി പറയാം. ഇതിപ്പം നമ്മൾ ചാപ്റ്റേഴ്സ് തന്നായിരുന്നു. ഇപ്പൊ കഴിവതും നോക്കാതെ നമുക്ക് വീഡിയോ ഓൺ ചെയ്തു. അറിഞ്ഞില്ല. ആന്റി നോക്കിയില്ല കേട്ടോ.
എല്ലാവരും ഈ പ്രോഗ്രാം ഒക്കെ ഉള്ളപ്പോൾ എന്തൊക്കെ അതിനകത്ത് എഴുതിയേക്കുന്നതൊക്കെ നോക്കണം. പ്രോഗ്രാം ലിസ്റ്റൊക്കെ എല്ലാവരും വായിച്ചു നോക്കണം. അപ്പോൾ അതിനകത്തെല്ലാം ഡീറ്റെയിൽ എഴുതിയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോവാണ്. കഴിയുന്നതും നോക്കാതെ പറയുക, നോക്കാതെ പറയുന്നവർ ഭാഗ്യവാന്മാർ. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, മത്തായി 1-ാം അധ്യായത്തിൽ കുറേ ഇങ്ങനെ ജനിപ്പിച്ചു എന്നുള്ള കുറേ വാക്യങ്ങളുണ്ടല്ലോ. അതിലൊരു 11 വരെയുള്ള വാക്യങ്ങളിൽ എല്ലാം ആണുങ്ങളുടെ പേരാണ് എഴുതിയേക്കുന്നത്. പക്ഷെ അമ്മമാരുടെ പേര് ഇന്ന ആളിൽ ഇന്ന ആളിനെ ജനിപ്പിച്ചു, അങ്ങനെ അമ്മമാരുടെ പേര് എത്ര പേരുടെ പേര് പറഞ്ഞിട്ടുണ്ട്, എത്ര സ്ത്രീകളുടെ പേര് അതിൽ പറഞ്ഞിട്ടുണ്ട്? താമാറുണ്ട്, താമാറ്, രൂത്തുണ്ട്, താമാർ. നോക്കിയാണോ പറയുന്നത്? വിജിമോളെ കഥ പറഞ്ഞേ, ഞാൻ വന്നേ പറഞ്ഞു. ആന്റി വീഡിയോ ഓൺ ചെയ്തിരിക്കോ വിജിമോളെ? ഓക്കെ ഓക്കെ ഗുഡ്. ഓക്കെ വേദപുസ്തകം ഒന്നുമില്ല, താമാറിന്റെ മാത്രമേ അറിയൂ, ഓർമ്മയുള്ളൂ. 2 പേരുടെ പേര് പറഞ്ഞു, വിജിമോള് പറഞ്ഞു. ഇല്ലയോ? ഒരാളുടെ കൂടെ പേര് ഞാൻ പേരല്ല ചോദിച്ച എത്ര പേര്. ശരി ഓക്കെ. താമാറുണ്ട്, വേറെ രൂത്ത് പറഞ്ഞു, ഒരു പേരും കൂടെ ഉണ്ട്, അറിയാവോ? നോ, ഞാൻ തന്നെ പറയാം, സമയം കളയുന്നില്ല. അതിന്റെ 1-ന്റെ 3 വാക്യങ്ങൾ പേരൊക്കെ പറയാൻ പാടാ. റൂത്ത് എന്തോ പാട്, രാഹബ് നോക്കി പറയട്ടെ, ഒന്ന് നോക്കി പറഞ്ഞ നോക്കട്ടെ. നോക്കിക്കോളൂ, ഞാൻ ഗ്രാൻഡ് ചെയ്തു. രാഹബ് പറഞ്ഞു, ശാന്തമായിട്ട് പറഞ്ഞു. ഞാനിത് ആർക്കാ പോയിന്റ് കൊടുക്കണ്ടേ? വിജിമോള് 2 പറഞ്ഞു, വിജി ജോസഫ്. അപ്പൊ ഞാൻ ഹാഫ് പോയിന്റ് തരുവാ ശാന്തമാന്റിക്കും. പക്ഷെ ലിസിയാന്റിയും പറഞ്ഞായിരുന്നു രാഹബ് അല്ലേ? ഞാൻ താമാറ് പറഞ്ഞ, ഞാൻ താമാറ് മാത്രമേ പറഞ്ഞോളൂ. താമാറിന് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളായിരുന്നു. താമാറമ്മച്ചിയെ മാത്രമേ ഓർമ്മയുള്ളായിരുന്നു. നിങ്ങൾക്ക് 3 പേർക്കും ഒരു പോയിന്റ് ഞാൻ തരും. അതെല്ലാരും ഓൺ ചെയ്ത് വെച്ചിരിക്കുന്നോണ്ടാ. അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഉത്തരം പറയാൻ പറ്റത്തില്ലല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ. ശരി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ബാബേൽ പ്രവാസം കഴിഞ്ഞിട്ട് ആദ്യമായി ജനിച്ച ആളാരാണ്? ചോദ്യം ഒന്നുകൂടെ പറയാമോ? ബാബേൽ പ്രവാസം കഴിഞ്ഞതിന് ശേഷം ആദ്യമായി ജനിച്ച വ്യക്തി അതിനകത്ത് എഴുതിയിരിക്കുന്നതിൽ, ബൈബിളിൽ എഴുതിയിരിക്കുന്നതിൽ ആദ്യത്തെ വ്യക്തി ആരാ? ആന്റി പറഞ്ഞാട്ടെ. ജോസഫാണോ? അല്ല, ശാന്തമാന്റി എന്ത് പറഞ്ഞു? മിടുക്കി. ഷേൽത്തിയേല് 1-ന്റെ 12. അടുത്ത ക്വസ്റ്റ്യൻ. അബ്രഹാം മുതൽ ബാബേൽ പ്രവാസം വരെയുള്ള തലമുറകൾ എത്ര? 42. ഗുഡ്. ആരാ പറഞ്ഞേ? ലിസിയാന്റി. 42. മിടുക്കി. തെറ്റാണേ. ഞാൻ ആൻസർ പറയാം. ഇനി ആരും പറയണ്ട, ഇനി മനസ്സിലാവും. 14. 14. ഓക്കെ. 14. 42 അല്ലെങ്കിൽ 14. ഓക്കെ, വെരി മച്ച്. ഒരു ഓപ്ഷൻ കിടക്കട്ടെ. എന്തോ ഒരു ഓപ്ഷൻ കിടക്കട്ടെ. 14 അല്ലെങ്കിൽ 14 പറഞ്ഞു. അബ്രഹാം മുതൽ ബാബേൽ പ്രവാസം വരെ 12 വിഷമിക്കേണ്ട, ആർക്കും പോയിന്റ്. ഓക്കെ, 14 അല്ലേ?
അതെ 14. അബ്രഹാം മുതൽ ബാബേൽ പ്രവാസം വരെ 2 ഇത് വന്നു. ദാവീദ് വരെ ഉണ്ട്, അത് കഴിഞ്ഞ് ബാബേൽ പ്രവാസം വരെ. അപ്പം 28 കേട്ടോ. അബ്രഹാം മുതൽ ദാവീദ് വരെ 14. അങ്ങനെ കൊടുത്തേക്കുന്നേ 14. അബ്രഹാം മുതൽ ദാവീദ് വരെ 14. ദാവീദ് മുതൽ ബാബേൽ പ്രവാസം. ക്വസ്റ്റ്യൻ കേട്ടായിരുന്നോ? ബാബേൽ പ്രവാസം 14. ചോദ്യം ആദ്യം കേക്ക്, എന്നിട്ട് ആൻസർ പറഞ്ഞിട്ട്. ദാവീദ് വരെ 14, ബാബേൽ പ്രവാസം വരെ 14. അപ്പൊ രണ്ടും കൂടെ എത്ര ആയി? 14 14 പ്ലസ് ചെയ്ത് അവിടെ അത് കഴിഞ്ഞിട്ടേ അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കുന്നുള്ളൂ. 28. ആ പക്ഷെ ക്വസ്റ്റ്യൻ ഇതില്ല. ഞാൻ 28. ഞാൻ പറഞ്ഞു കഴിഞ്ഞോ? ഇല്ല, ആർക്കും പോയിന്റ് ഇല്ല കേട്ടോ. എനിക്കാ പോയിന്റ്. അടുത്ത ക്വസ്റ്റ്യൻ, 4ാമത്തെ ക്വസ്റ്റ്യൻ. കർത്താവിന്റെ ദൂതൻ യോസെഫിന് പ്രത്യക്ഷനായിട്ട് ആരുടെ മകനെന്നാണ് സംബോധന ചെയ്തത്? കർത്താവിന്റെ മകൻ യോസഫിന്. കർത്താവിന്റെ മകനല്ല, ദാവീദിന്റെ മകനാണ്. Good. ദാവീദിന്റെ മകൻ. അതെ അതെ, വിജി ഒരു പോയിന്റ്. അടുത്ത ക്വസ്റ്റ്യന് നിങ്ങൾ ഇത് നോക്കി പറയുന്നതിൽ എനിക്ക് ഒരു നോക്കാതെ പറഞ്ഞു. നോക്കിയിരുന്നെങ്കിൽ കറക്റ്റ് ഉത്തരം പറഞ്ഞേനെ. വിദ്വാൻമാർ യേശു ജനിച്ച ശേഷം എവിടെ നിന്ന് എവിടേക്കാണ് പോയത്? വിദ്വാൻമാര് യേശു ജനിച്ച ശേഷം വിദ്വാൻമാർ എവിടെ നിന്ന് എവിടേക്കാ പോയതെന്ന്. യെരുശലേമിലേക്കോ? ബേത്ലഹേമിൽ നിന്ന് കിഴക്ക് നിന്ന് ബേത്ലഹേമിലേക്കോ? അല്ല, പൂർണ്ണമായിട്ട് പറഞ്ഞാലേ ഇനി ഞാൻ കിഴക്ക് നിന്ന് ബേത്ലഹേമിലേക്ക് പോയി വിദ്വാൻമാർ യേശുവിനെ കാണാൻ. അല്ല, തെറ്റ്. കിഴക്ക് നിന്ന് യെരുശലേമിൽ നിന്നും എല്ലാരും തെറ്റാ. നിങ്ങൾ ഫുള്ളായിട്ട് കറക്റ്റ് ആയിട്ട് ആൻസർ പറഞ്ഞില്ലേ ഞാൻ എടുത്തില്ലേ, ഞാൻ പിശിക്കുക. ആൻസർ പറയാൻ പോവാണേ. നോക്കിയില്ല, നോക്കട്ടോ. നോക്കിയല്ലോ, നോക്കിയില്ലേ പറയുന്നത്. എല്ലാം പോയിന്റ് കൊണ്ടുപോകാനാ ഇന്ന് ഇങ്ങനെ. എന്തോ യെരുശലേമിലെത്തി. കിഴക്ക് നിന്ന് വിദ്വാൻമാർ യെരുശലേമിലെത്തി. പറയാനുള്ള സാവകാശം തരാൻ ഞാൻ നോക്കിയിട്ടില്ല, എന്തായാലും ബൈബിളും ഇല്ല. ലിസിമോൾ ഇപ്പൊ വയസ്സും പ്രായമൊക്കെ ആയി, ഞങ്ങൾക്ക് ഓർമ്മ നിൽക്കത്തില്ലെന്നേ. അതാ പറഞ്ഞ ലിസിമോൾ ആൻസർ പറഞ്ഞു. ഇപ്പൊ കിഴക്കിൽ നിന്ന് യെരുശലേമിലേക്ക്. കിഴക്ക് നിന്ന് യെരുശലേമിലേക്ക് വന്നു. 2ന്റെ 1. യെരുശലേമിലേക്ക് പക്ഷെ കിഴക്ക് പറഞ്ഞില്ല. ക്വസ്റ്റ്യൻ എന്തുവായിരുന്നു? എവിടെ മൊത്തം പറയണം, അല്ലെങ്കിൽ തരത്തില്ല. കാരണം നോക്കി പറയൂലേ, അതുകൊണ്ട്. ശരി, അടുത്ത ക്വസ്റ്റ്യൻ. എല്ലാരും നോക്കൂ, എന്നിട്ട് പറയാൻ നോക്കിയില്ലെന്ന്. മൊബൈല് നോക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, 6ാമത്തെ ക്വസ്റ്റ്യന്. ക്വസ്റ്റ്യൻ കറക്റ്റ് ആയിട്ട് കേട്ടിട്ട് പറഞ്ഞാട്ടെ. ഹെരോദാവ് വിദ്വാൻമാരെ രഹസ്യമായി സൂക്ഷ്മമായി ചോദിച്ചറിഞ്ഞതെന്ത്? ഹെരോദാവ് വിദ്വാൻമാരോട് സൂക്ഷ്മമായി യേശുവിനെ കിടത്തിയ സ്ഥലം സൂക്ഷ്മമായി ചോദിച്ചറിഞ്ഞു. ആൻസർ കിട്ടി. ആർക്കെങ്കിലും എന്തെങ്കിലും ആൻസർ ഉണ്ടോ? യേശു ഇരിക്കുന്നിടം സൂക്ഷ്മമായി ചോദിച്ച് മനസ്സിലാക്കി. അല്ല, യേശു ഇരുന്നില്ല, യേശു കിടക്കുവായിരുന്നു. പ്രായമായില്ല. വയസ്സായില്ല, ഓർമ്മ നിൽക്കത്തില്ല.
വിജിമോള് കരയുണ്ട്, വിജിമോള് കരയുണ്ട്. അതാണ് പോയിന്റ് കിട്ടാത്തതിന്റെ. സാഞ്ചാനൊക്കെ മിണ്ടായിരിക്കുമല്ലോ. 2 വയസ്സായുള്ള ആൺകുട്ടികളെ എഴുതാൻ കൊടുക്കണമെന്ന് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും പോയിന്റ് കിട്ടട്ടെന്ന് ഞാൻ മാറിയിരിക്കുന്നു. ഞാനെല്ലാം പറയും. വിജിമോളാണല്ലോ. ഓക്കെ, അപ്പൊ എല്ലാവരുടെയും തെറ്റാണ്. ഞാൻ ആൻസർ പറയാം. നക്ഷത്രം വെളിവായ സമയമാണ് സൂക്ഷ്മമായി ചോദിച്ചറിഞ്ഞത്. അപ്പോൾ ആ പോയിന്റും എനിക്ക്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. യോസെഫിന്റെ അപ്പൻ ആരുടെ മകനായിരുന്നു യോസെഫ്? യോസെഫിന്റെ അപ്പൻ ദാവീദ് അല്ല. ഞാൻ മുമ്പേ ചോദിച്ച ക്വസ്റ്റ്യൻ്റെ അത് ദാവീദിന്റെ തലമുറയാ. എന്നാൽ ജോസഫിന്റെ അപ്പന്റെ പേര് അവിടെ പ്രത്യേകം എഴുതിയിട്ടുണ്ട്. ദാവീദ് വല്യപ്പനാ. ഉത്തരം പറയാനായിട്ട് ലൈറ്റ് ഇട്ടിട്ട് ഇരിക്കവിടെ. കറക്റ്റ്, ശരി. ലൈറ്റ് ഓഫ് ആക്കിട്ടിരിക്കണ് നോക്കാൻ. അടുത്ത എട്ടാമത്തെ ക്വസ്റ്റ്യൻ. രാമയിൽ ഒരു ശബ്ദം കേട്ടു, കരച്ചിലും നിലവിളി. അങ്ങനെ ആ ലിസി ആന്റി ആ ക്വസ്റ്റ്യൻ ആ ഒരു അതാണ് രാമയിലെ കരച്ചിൽ ഏത് പ്രവാചകനാ പറഞ്ഞതെന്ന്? രാമ ഇരമ്യാവാണ്. ശാന്തമാൻ സ്വിച്ച് ഒന്ന് ഓഫ് ചെയ്യട്ടെ. അടുത്തത് അർക്കലിയോസിന്റെ അപ്പനാണ്. അർക്കലിയോസ് ആരാ പറഞ്ഞേ? ഉത്സാന്റി എന്താ പറഞ്ഞേ? ഹെരോദാവ് കണ്ടമാറ്റി ഇല്ലയോ? ആ യെസ്, കറക്റ്റ്. വിജിമോള് തല നിർത്തി പിടിക്കും. അടുത്തൊരു ക്വസ്റ്റ്യൻ. എല്ലാരും ഇപ്പൊ പറയാം, ആൻസർ പറയുന്ന സിമ്പിൾ ഒരു ക്വസ്റ്റ്യൻ. യേശു സ്നാനം ഏറ്റ ഉടനെ എന്താണ് ചെയ്തത്? യേശു സ്നാനമേറ്റ ഉടനെ കരയുന്ന പ്രാവ് യേശു സ്നാനമേറ്റ ഉടനെ സ്വർഗം തുറന്ന് ഒരു മിനിറ്റ്, ലിസിയാന്റി പറഞ്ഞോട്ടെ. വേറെ ആരും ഉണ്ടല്ലേ? ലിസിയാന്റി പറഞ്ഞോട്ടെ. യേശു സ്വർഗം തുറന്നു, പ്രാവ് വന്നു. അതവിടെ സ്റ്റില്ലായി. യേശു സ്നാനമേറ്റ ഉടനെ എന്താണ് ചെയ്തത്? വെള്ളത്തിൽ നിന്ന് കയറി. വിജിമോള് കുത്തി. സ്നാനമേറ്റ ഉടനെ പരിശുദ്ധാത്മാവ് പ്രാവെന്ന രൂപത്തിൽ വിജിമോള് സ്നാനം ഏറ്റ ഉടനെ വെള്ളത്തിൽ നിന്ന് കയറി. അതാണ് അതിന്റെ ആൻസർ. ആരാ പറഞ്ഞ വെള്ളത്തിൽ കയറി തല തോർത്തിയെന്ന്? എന്തുവാ ആൻസർ? അത് നോക്കുക. കുഴപ്പമില്ല, നോക്കിയോട്ടെ. നോക്കിയെങ്കിലും പറയാല്ലേ, നമ്മുടെ സമയം പോകും. ഇപ്പൊ 10 ക്വസ്റ്റ്യനായി. മതിയല്ലോ? മതി. നിങ്ങളാരും വായിച്ചില്ല, അല്ലാതെ ബാക്കിയൂടെ ഞാൻ ഇട്ടെന്നെ എളുപ്പം പോയിരുന്നു. ഇത് നിങ്ങളാരും വായിച്ചില്ലാത്തോണ്ട് മതി. അപ്പോൾ വിജി മോൾക്ക് 2 പോയിന്റ്, ശാന്തമാൻറ്റി 2. ഞാൻ ആ ആദ്യത്തെ ക്യാൻസൽ ചെയ്തു, കാരണം നിങ്ങൾ എല്ലാരും കൂടെ പറഞ്ഞതുകൊണ്ട്. ശാന്തമാൻറ്റിക്ക് 2 പോയിന്റ്, ലിസി ആന്റി 2 പോയിന്റ്. ഓക്കെ, അതുപോലെ മുമ്പത്തെ സോങ് ടെസ്റ്റിന് ലിസി മോള് 2 പോയിന്റ്, ശാന്തമ്മ ബാബു ആന്റി 1 പോയിന്റ്, ഡെയ്സി സിസ്റ്റർ 1 പോയിന്റ്, ഷേർലി 4 പോയിന്റ്, വിജി സിസ്റ്റർ 1 പോയിന്റ്, ഷൈനി ചേച്ചി 1 പോയിന്റ്. ഓക്കെ,
താങ്ക് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. വളരെ അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു പ്രോഗ്രാം ആയിരുന്നു. നമുക്ക് ദൈവവചനം പഠിക്കുവാനായിട്ട് ദൈവം അവിടുന്ന് ഇടയാക്കിയ സന്ദർഭമാണ്. പക്ഷെ നമ്മൾ ആരും വായിച്ചോണ്ട് വന്നില്ല. ഞാനടക്കം വായിച്ചില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. മറ്റുള്ളവരും ഞാനും വായിക്കാനായിട്ട് എനിക്കും പറ്റിയില്ല. എങ്കിലും എല്ലാവരും തന്നെ ഉത്തരം പറഞ്ഞു. അതിനായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇനിയും വരും കാലങ്ങളിൽ നമുക്ക് ദൈവവചനം കൂടുതലായി പഠിക്കുവാനും ഇങ്ങനെയുള്ള പ്രോഗ്രാമുകൾ നമുക്ക് അത് അനുഗ്രഹമാകട്ടെ. നമുക്ക് കൂടുതലായിട്ട് ദൈവവചനം പഠിക്കുവാനും ദൈവവചനം ഹൃദ്യസ്ഥമാക്കുവാനും ദൈവം നമ്മളെ അവിടുന്ന് ഇടയാക്കട്ടെ. ഈ പ്രോഗ്രാം അവതരിപ്പിച്ച പ്രിയ സിസ്റ്ററോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. അടുത്തതായിട്ട് നമുക്കൊരു ഗാനം ശ്രവിക്കാം. അതിനുവേണ്ടി നമ്മുടെ അമ്മണി രാജ് സിസ്റ്ററിനെ ക്ഷണിച്ചുകൊള്ളുന്നു. സോളോ സോങ്. പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം. ബഹുമാനപ്പെട്ട അധ്യക്ഷനും ബഹുമാനപ്പെട്ട ചീഫ് അഡ്മിൻ സോഫിയാൻറ്റിക്കും കുടുംബത്തിലുള്ള എല്ലാ കുടുംബാംഗങ്ങൾക്കും വേഗം വരുന്ന യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിച്ചുകൊള്ളുന്നു. വേദനകൾ എൻ്റെ ശോധനകൾ, സങ്കടങ്ങൾ എൻ്റെ ആപത്തുകൾ. വേദനകൾ എൻ്റെ ശോധനകൾ, സങ്കടങ്ങൾ എൻ്റെ ആപത്തുകൾ. ആർപ്പിക്കുന്നെല്ലാം ഞാൻ യേശുവിൻ മുൻപാകെ ജീവിതകാലമെല്ലാം. ആർപ്പിക്കുന്നെല്ലാം ഞാൻ യേശുവിൻ മുൻപാകെ ജീവിതകാലമെല്ലാം. കൂരിരുളിൽ അവൻ നല്ല സഖി, അഗ്നി ശോധനയിൽ അവൻ നാലാമൻ താൻ. കൂരിരുളിൽ അവൻ നല്ല സഖി, അഗ്നി ശോധനയിൽ അവൻ നാലാമൻ താൻ. ആർപ്പിക്കുന്നെല്ലാം ഞാൻ യേശുവിൻ മുൻപാകെ ജീവിതകാലമെല്ലാം. ആർപ്പിക്കുന്നെല്ലാം ഞാൻ യേശുവിൻ മുൻപാകെ ജീവിതകാലമെല്ലാം. വേദനകൾ എൻ്റെ ശോധനകൾ, സങ്കടങ്ങൾ എൻ്റെ ആപത്തുകൾ. ആർപ്പിക്കുന്നെല്ലാം ഞാൻ യേശുവിൻ മുൻപാകെ ജീവിതകാലമെല്ലാം. ആർപ്പിക്കുന്നെല്ലാം ഞാൻ യേശുവിൻ മുൻപാകെ ജീവിതകാലമെല്ലാം. രോഗങ്ങളിൽ അവൻ നല്ല വൈദ്യന്മാരോ, ഭാരങ്ങളാകവെ ചുമക്കുന്നവൻ. രോഗങ്ങളിൽ അവൻ നല്ല വൈദ്യന്മാരോ, ഭാരങ്ങളാകവെ ചുമക്കുന്നവൻ. ആർപ്പിക്കുന്നെല്ലാം ഞാൻ യേശുവിൻ മുൻപാകെ ജീവിതകാലമെല്ലാം. ആർപ്പിക്കുന്നെല്ലാം ഞാൻ യേശുവിൻ മുൻപാകെ ജീവിതകാലമെല്ലാം. ഉറങ്ങിടും ഞാൻ അവൻ കാക്കുകയാലുണർന്നിടുന്നു എന്നെ താങ്ങുകയാൽ. ഉറങ്ങിടും ഞാൻ അവൻ കാക്കുകയാൽ ഉണർന്നിടുന്നു എന്നെ താങ്ങുകയാൽ. ആർപ്പിക്കുന്നെല്ലാം ഞാൻ യേശുവിൻ മുൻപാകെ ജീവിതകാലമെല്ലാം. ആർപ്പിക്കുന്നെല്ലാം ഞാൻ യേശുവിൻ മുൻപാകെ ജീവിതകാലമെല്ലാം. വേദനകൾ എൻ്റെ ശോധനകൾ, സങ്കടങ്ങൾ എൻ്റെ ആപത്തുകൾ. വേദനകൾ എൻ്റെ ശോധനകൾ, സങ്കടങ്ങൾ എൻ്റെ ആപത്തുകൾ. ആർപ്പിക്കുന്നെല്ലാം ഞാൻ യേശുവിൻ മുൻപാകെ ജീവിതകാലമെല്ലാം. ആർപ്പിക്കുന്നെല്ലാം ഞാൻ യേശുവിൻ മുൻപാകെ
ജീവിതകാലമെല്ലാം. താങ്ക് യു. ദൈവത്തിന് സ്തോത്രം. വളരെ മനോഹരമായ ഒരു ഗാനം നമുക്ക് ശ്രവിക്കുവാനായിട്ട് ദൈവം അവിടുന്ന് ആന്റി അവിടുന്ന് ബലപ്പെടുത്തിയതിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. വേദനകള്, നമ്മുടെ ഭാരങ്ങള്, പ്രയാസങ്ങളെല്ലാം നമ്മുടെ കർത്താവിലേക്ക് ഇടുവാൻ തക്കവണ്ണം ഓരോ ദിവസവും ആ കർത്താവിന്റെ കരങ്ങളിലേക്ക് നമുക്ക് കൊടുക്കുവാൻ തക്കവണ്ണം ദൈവം അവിടുന്ന് ഇടയാക്കുന്നതിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഓരോ ദിവസവും നമ്മളെ അവിടുന്ന് ആശ്വസിപ്പിക്കുന്നു. ആ ഒരു വചനത്തിന്റെ ആശയം ഉൾക്കൊള്ളുന്നതായ ഒരു ഗാനം കേൾക്കുവാൻ തക്കവണ്ണം ദൈവത്തോട് സഹായിച്ചതിനായി നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇനി നമുക്ക് അടുത്തതായിട്ടുള്ള പ്രോഗ്രാം ജനറൽ ബൈബിൾ ക്വിസ് ആണ്. അതിനു വേണ്ടിയിട്ട് നമ്മുടെ സോഫി ആന്റീനെ ക്ഷണിച്ചോളുന്നു. ജനറൽ ബൈബിൾ ക്വിസ്. ബൈബിൾ തുറന്ന് നോക്കാം കേട്ടോ. കാര്യമായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന, നിങ്ങളെല്ലാവരും മിടുക്കരായിട്ടുള്ളവരല്ലേ. ചോദിക്കുന്ന താമസമേ ഉള്ളൂ ഉത്തരം പറയാൻ. കട്ടിയുള്ള ചോദ്യമൊന്നും അല്ല. തീരെ പ്രയാസമില്ലാത്തൊരു ക്വസ്റ്റ്യൻ ആദ്യം ചോദിക്കാൻ പോകും. ഒന്നാമത്തെ ചോദ്യം, ആരുടെയാ ഈ ശബ്ദം ഒരു ഡിസ്റ്റർബൻസ് ശബ്ദം? ലിസിമോടെയാണോ? ലിസിമോ അല്ലല്ലോ, ഏതോ ഒരു ഡിവൈസ് ഇതൊരു മൂളല്. ഷൈനി ചേച്ചിയുടെ സാംസങ് എസ് എം എന്നുള്ള ഷൈനി ചേച്ചി അത് ഓഫ് ചെയ്തു. പക്ഷെ ഓൺ ചെയ്യണമല്ലോ, ആൻസർ പറയണമല്ലോ. അതെ, ക്വസ്റ്റ്യൻ ഉത്തരം പറയണമല്ലോ. സാരമില്ല, എല്ലാവരും ഓപ്പൺ ചെയ്തോ, കുഴപ്പമില്ല. ഷീലോഹം എന്നതിന് അർത്ഥം എന്താണ്? അയക്കപ്പെട്ടവൻ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ബൈബിളില് മറക്കരുതെന്ന് പറഞ്ഞിരിക്കുന്ന രണ്ട് കാര്യങ്ങളുണ്ട്. ഇത് എക്കോ കേൾക്കുന്നു. മറക്കരുത് എന്ന് പറഞ്ഞിരിക്കുന്ന രണ്ട് കാര്യങ്ങളുണ്ട്. രണ്ട് കാര്യങ്ങൾ അടുപ്പിച്ച് പറഞ്ഞിട്ടുണ്ട്. മറക്കരുത്. അവന്റെ അല്ല രണ്ട് എന്തോ പറഞ്ഞ ലിസിമോൾ എന്തോ പറഞ്ഞു? ഉപകാരങ്ങളൊന്നും മറക്കല്ലെന്ന് പറയുന്നത്. അല്ലല്ല ഇത് രണ്ടു കൂട്ടം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. വിശുദ്ധ ദിവസത്തെ വിശുദ്ധീകരിപ്പാൻ, അങ്ങനെ ശുദ്ധീകരിപ്പാൻ മറക്കരുത്. ലിസിമോളെ ക്വസ്റ്റ്യൻ കേക്ക്. രണ്ട് കാര്യങ്ങൾ അടുപ്പിച്ച് പറഞ്ഞിട്ടുണ്ട് മറക്കരുതെന്ന്. ഇന്ന കാര്യം. ഉപദേശം ജ്ഞാനം സമ്പാദിക്കാൻ വിവേകം മറക്കരുത്. എങ്ങനെ? അമ്മാമ പുസ്തകം എന്ന് പറയാം. സദൃശവാക്യങ്ങളല്ലേ? അല്ല, ഞാൻ പുസ്തകം ഞാൻ എഴുതിയിട്ടില്ല. വാസ്തവം പറഞ്ഞാല് അതിഥി സൽക്കാരം മറക്കരുത്. പറഞ്ഞ കേക്ക്. രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞോട്ടെ, ഉത്തരം പറയട്ടെ. നന്മ ചെയ്യുവാനും കൂട്ടായ്മ നടത്താൻ. ഞാൻ എടുത്തെടുത്ത് ചോദിച്ചു. 13:16. ഓക്കെ. പിന്നെ പഴയ നിയമത്തിൽ ഒരു പ്രവചന ഭാഗവുമായി ആദ്യം തുടങ്ങുന്ന ഒരു പുസ്തകം. നിയമത്തിനാണോ? അതെ, ഒരു സുവിശേഷമാണ്. എക്കോ വരുവാ. മത്തായി അല്ല, ഓരോന്നോരോന്ന് പറയാൻ ശരിയാണ്. യോഹന്നാൻ പറഞ്ഞ കാര്യം അല്ല.
മാർക്കോസ്. അതെ 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 അതെ. അടുത്തത്, ഞാൻ മാംസാഹാരമല്ല, എന്നാൽ മത്സ്യത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന ചെടിയാണ്. ചൂര. ചൂര. ചൂരച്ചെടി. ഞാൻ പറഞ്ഞല്ലോ. ഓക്കെ. ശരിക്കും ഈ ക്വസ്റ്റ്യൻ കേൾക്കുന്നില്ല വ്യക്തമായിട്ട്. എക്കോ വരുന്ന എനിക്ക്. എല്ലാവർക്കും എനിക്കും കേൾക്കും, ഒക്കെ കേൾക്കും. അതെന്തോ പറ്റിയതാ? ഡിവൈസ് ഓൺ ആയതുകൊണ്ടാണ്. അടുത്ത ചോദ്യം ചോദിക്കട്ടെ. ബൈബിളിലുള്ള ഒരു ഗോപുരം നമ്മുടെ ഒരു ശരീര അവയവത്തോട് കൂടി ചേർത്ത് വായിച്ചാൽ ദന്തഗോപുരം. കറക്റ്റ്. ക്വസ്റ്റ്യൻ കേട്ടുപോലില്ല, അതിന് മുമ്പ് ഉത്തരം പറഞ്ഞു കഴിഞ്ഞുണ്ടോ? തലയിൽ മുടിയില്ലാതിരുന്ന പ്രവാചകൻ ആരാ? ഏലീസ. അറിയപ്പെടുന്ന ആദ്യ കോമളനും മനോഹര രൂപിയുമായിരുന്നവനാര്? അതെ, കണ്ടോ, എന്ത് എളുപ്പം എല്ലാവർക്കും പറയാൻ പറ്റിയ ക്വസ്റ്റ്യൻ. ഏതാ കറക്റ്റ് പറഞ്ഞാട്ടെ? യോസഫ. ബൈബിളിലെ ഏറ്റവും നീണ്ട വാക്യം ഏതാ? അല്ല, വെയിറ്റ് ചെയ്ത്. വിജിയാണോ പറയുന്നത്? ഓക്കെ, അത് തന്നെ വിജി പറഞ്ഞ ശരി. 8-9. ഞാനായിരുന്നു അധികം പറഞ്ഞു. ഏറ്റവും വലിയ സുവിശേഷം ലൂക്കോസ്. എത്ര വാക്യങ്ങളുണ്ടെന്നറിയാം? വാക്യം എത്ര ഉണ്ടെന്ന് അറിയത്തില്ല. അതിനകത്ത് ഒത്തിരി ഉപമയൊക്കെ ഉണ്ട്. 24 അധ്യായം ഉണ്ടെന്നറിയാം. 1153 വാക്യങ്ങളുണ്ട്. പിന്നെ തന്റെ 500ാമത്തെ വയസ്സിന് ശേഷം മക്കൾ ജനിച്ച വ്യക്തി ആരാ? കറക്റ്റ്. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഞാൻ ഇന്ന് ഇരുന്നോണ്ട് എഴുതിയതാ കുഞ്ഞുങ്ങളെ, പെട്ടെന്ന് കൈ കിട്ടൊക്കെ എടുത്ത് എഴുതിയ. നല്ല തിരക്ക്, അതന്നെ എനിക്ക് വയ്യായിരുന്നു സുഖം. പിന്നെ പ്രത്യേകിച്ച് എന്നെ ഓർത്ത് പ്രാർത്ഥിക്കണം. നാളെ ഞാൻ ഹോസ്പിറ്റലിൽ പോവാ, ടെസ്റ്റുകൾ കുറെ ചെയ്യാനുണ്ടെന്ന് പറഞ്ഞു. നാളെ പോവാ. എനിക്ക് ഇതുവരെ ആ ശ്വാസം മുട്ടലിനൊരു മാറ്റം പറ്റുന്നില്ല. സ്തോത്രം. ജനറൽ ബൈബിൾ ക്വിസ് ചോദിക്കുവാൻ തക്കവണ്ണം പ്രിയ സോഫി ആന്റിയെ ദൈവം അവിടുന്ന് ബലപ്പെടുത്തി ഈ സുഖമില്ലാതിരുന്ന അവസ്ഥയിലും ചോദ്യങ്ങളൊക്കെ എഴുതി ഉണ്ടാക്കുവാനും ബൈബിളൊക്കെ വായിച്ച് ചോദ്യങ്ങളൊക്കെ എഴുതി ഉണ്ടാക്കുവാൻ തക്കവണ്ണം ദൈവം ആന്റിയെ അവിടുന്ന് ബലപ്പെടുത്തി ശക്തീകരിച്ച അവന്റെ വൻകൃപകൾക്കായി നന്ദിയോടെ ദൈവത്തെ നമുക്ക് സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. എല്ലാവരും തന്നെ ഉത്തരങ്ങളൊക്കെ പറയുവാൻ തക്കവണ്ണം ഇടയായി. ഇനിയും ദൈവജനത്തിൽ നമുക്ക് കൂടുതലായിട്ട് അറിവുള്ളവരായി, പരിജ്ഞാനമുള്ളവരായി നമുക്ക് തീരാം. കർത്താവിന്റെ വരവ് അടുത്തിരിക്കുന്ന കാലയളവില് കൂടുതലായിട്ട് ദൈവവചനം പഠിക്കുവാനും ദൈവവചനത്തിൽ അറിവുള്ളവരായി തീരാം. ആന്റി അവിടുന്ന് ബലപ്പെടുത്തിയ അവന്റെ വൻകൃപകൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. അടുത്തതായിട്ടുള്ള പ്രോഗ്രാം സ്പെഷ്യൽ സോങ് ആണ്. നമുക്കൊരു സ്പെഷ്യൽ സോങ് ലിസി ആന്റിനെ ക്ഷണിച്ചോളുന്നു. കർത്താവിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു പ്രാവശ്യം കൂടെ ഒരു പ്രോഗ്രാം കൂടെ ചെയ്യുവാൻ എനിക്ക് അവസരത്തിൽ തന്ന ദൈവത്തിനും പ്രിയപ്പെട്ടവർക്ക് നന്ദി പറയുന്നു. ഞാനിവിടെ പാട്ടാണ് പാടാൻ ആഗ്രഹിക്കുന്നത്. 2 വ്യക്തികൾ തമ്മിലുള്ള സംഭാഷണം പാട്ടിലൂടെ പറയുന്നത് മാത്രമേ ഉള്ളൂ. ആ 2 വ്യക്തികൾ എന്ന് പറഞ്ഞാൽ ഒന്ന് സാത്താനും മറ്റൊന്ന് ഒരു ഭക്തനായ ദൈവദാസനും. ആദ്യമായിട്ട് സാത്താൻ ദൈവദാസനോട് ചില കാര്യങ്ങൾ ചോദിക്കുന്നതാണ്, പറയുന്നതാണ്.
പാട്ടിന്റെ ആദ്യം സാത്താൻ ഇങ്ങനെ ദൈവദാസനോട് പറയുക, പാസ്റ്ററേ പാസ്റ്ററേ പോകരുതേ, വാ വാ കുടുക്കിനകത്താക്കാം, കാശും പണവും പോരെങ്കിൽ സ്ഥാനവും മാനവും ഞാൻ നൽകാം. അത് നല്ല ദൈവഭക്തനായ ഒരു കർത്താവിന്റെ ദാസനാണ്. ഉടനെ ഇത് കേട്ടിട്ട് ഈ പാസ്റ്റർ സാത്താനോട് മറുപടി പറയുക, നാശിത ലോകെ വാഴ്വതിനായി ഈശൻ തൻ കൃപ മതിയല്ലോ, ആശാ തീരത്തെത്തിയിടാൻ മേൽ ചൊന്നവയൊന്നും വേണ്ടല്ലോ. ഉടനെ ഇത് കേട്ടിട്ട് സാത്താന് ദേഷ്യം വന്നിട്ട് സാത്താൻ ദൈവദാസനോട് പറയുക, തന്നെ പോലൊരു മണ്ടൂസ് ഈട്ടൻ വിണ്ണിലുമുണ്ടല്ലോ, പൈസ നബികൂടുണ്ടേലേ ഈസാ നബിക്കൊരു വിലയുള്ളൂ, കൃപ മതിയെന്നു പറഞ്ഞില്ലേ, കൃപയെ ആരു മതിക്കുന്നു, പണമാണല്ലോ പലരെയും ഗുണവാന്മാരായി മാറ്റുന്നു. ഇത് കേട്ടിട്ട് ദൈവദാസൻ നല്ല ഭവ്യതയോടെ പാസ്റ്റർ സാത്താനോട് ഇങ്ങനെ പറഞ്ഞു, പണമതിനാലെ മതിപ്പേറും ഗുണവാന്മാരിൽ സംഘത്തെ കാണില്ല തീരത്ത് കാണാ നരകപ്പൊയ്കയതിൽ. രണ്ടുപേരുടെയും കൂടെ സംഭാഷണം. ഇത് ദൈവദാസനും സാത്താനും ആണെങ്കിലും ഇതൊരു വിശ്വാസിയോടും ഇത് ഉപമിച്ച് പറയാ. പാസ്റ്റർമാരെ മാത്രം നിങ്ങൾ ചിന്തിക്കണ്ട, ഒരു വിശ്വാസിയോടും പിശാച് ഇങ്ങനെ തന്നെ പറയും. ഓക്കെ, തീർന്നു. ദൈവത്തിന് സ്തോത്രം. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സ്പെഷ്യൽ സോങ് ആയിരുന്നു. വളരെ എന്നാലും ചിന്തിപ്പിക്കാനായിട്ടും കൂടി ഉള്ളതായിരുന്നു. സാത്താനും ദൈവദാസനും തമ്മിലുള്ള സംഭാഷണം ഒരു പാട്ട് രൂപേണ അവതരിപ്പിക്കാൻ തക്കവണ്ണം ദൈവം ആന്റിയോടൊന്ന് ബലപ്പെടുത്തി. വളരെയധികം അർത്ഥവത്തായിട്ടുള്ള ഒരു സോങ് ആയിരുന്നു. ഇനിയും ധാരാളമായിട്ട് ഇങ്ങനെയുള്ള പാട്ടുകളൊക്കെ എഴുതുവാനും നമ്മളെ പാടി കേൾപ്പിക്കാനൊക്കെ ദൈവം അവിടുന്ന് സഹായിക്കട്ടെ, ദൈവം അവിടുന്ന് അനുഗ്രഹിക്കട്ടെ. ഇനി അടുത്തതായിട്ട് നമുക്ക് ഒരു പ്രോഗ്രാം, അടുത്തായിട്ടുള്ള പ്രോഗ്രാം സ്പെഷ്യൽ പ്രോഗ്രാമാണ്. അതിനുവേണ്ടി നമ്മുടെ ബിജി സിസ്റ്ററെ ക്ഷണിച്ചുകൊള്ളുന്നു. ദേവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഇവിടെ കൂടി വന്നതാണ് എല്ലാ ദൈവമക്കൾക്കും, വിശേഷ ഇന്നത്തെ അധ്യക്ഷ പദവി അലങ്കരിക്കുന്നതാണ് പ്രിയ അഴിയുടെ സഹോദരി പ്രിയ ചേച്ചിയോടും. ചേച്ചിയുടെ കൂടെ ഉള്ളത് ആരാണെന്ന് എനിക്ക് പെട്ടെന്ന് മനസ്സിലായില്ല കേട്ടോ. എല്ലാ പ്രിയപ്പെട്ടവരോടും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹവന്ദനത്തെ പ്രാരംഭമായി അറിയിക്കുന്നു. ലിസിയാനിയുടെ പാട്ട് കേട്ടപ്പോ എന്നെ ഞാൻ LKG പഠിക്കുന്ന പോലെ എനിക്ക് തോന്നിപ്പോയി. വളരെ മനോഹരമായ രീതിയിൽ ആന്റി അവതരിപ്പിച്ച ആന്റി പ്രൈസ് ദി ലോർഡ്. ഇത്രയും നേരം നമ്മൾ ബൈബിൾ ക്വിസും എല്ലാം കേട്ടോണ്ടിരിക്കുകയായിരുന്നു. ഇന്ന് ഒത്തിരി സമയം നമുക്ക് ഒത്തിരി നീണ്ടുപോയി. ഇന്നത്തെ എന്റെ സ്പെഷ്യൽ പ്രോഗ്രാം എന്ന് പറയുന്നത് ഇത്രയും നേരം നമ്മൾ ബൈബിളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇന്ന് ഞാൻ ചോദിക്കുവാൻ എന്റെ സ്പെഷ്യൽ പ്രോഗ്രാം നടത്തുന്നത് 2 പാട്ടുകൾ, ഒന്ന് സ്തുതി ചെയ് മനമേ എന്നുള്ള പാട്ടും അതുപോലെ തന്നെ കുഞ്ഞാട്ടിൻ തിരു രക്തത്താൽ, അതിൽ നിന്നും ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നത്. എല്ലാവരും കയ്യിൽ നിന്ന് എടുത്ത് ഉത്തരം പറയരുത്, ആ പാട്ടിൽ നിന്ന് മാത്രം ഉത്തരം പറയുക. ആ വരികൾ മാത്രം പറഞ്ഞാൽ മതി, പാടണ്ട, പറഞ്ഞാൽ മാത്രം മതി. ഓക്കെ, ക്വസ്റ്റ്യൻ തുടങ്ങുന്നു. ഒന്നാമത്തത് സ്തുതി ചെയ് മനമേ എന്നുള്ള പാട്ടിൽ നിന്നാണ്. സ്തുതി ചെയ്യുന്നത് ആരെയാണ്? ഉത്തരം പറഞ്ഞു. സ്തുതി ചെയ്യുന്നത് ആരെയാണ്? ജീവനാഥൻ യേശുവേ. ഓക്കെ, വെരി ഗുഡ്, ജീവനാഥനെ. ഓക്കെ, ജീവനാഥൻ യേശുവിനെയാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, എന്തൊക്കെ സ്വീകരിപ്പ യോഗ്യനാണ് നമ്മുടെ നാഥൻ? എന്തൊക്കെ സ്വീകരിപ്പ യോഗ്യനാണ് നമ്മുടെ നാഥൻ? വെരി ഗുഡ്, വെരി ഗുഡ്. ബലവും ധനവും ജ്ഞാനം. പാട്ടെടുത്ത് വെച്ചിരിക്കാന്ന് തോന്നുന്നു, എന്നാലും ദൈവം അനുഗ്രഹിക്കട്ടെ. കറക്റ്റ് ആൻസർ ആണ്. അടുത്തത്, എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് വേറെ സ്നേഹിതൻ ആരുമില്ല എന്ന് പറയുന്നത്? എന്തുകൊണ്ടാണ് വേറെ സ്നേഹിതൻ ആരുമില്ല എന്ന് പറയുന്നത്? ജീവൻ നമ്മുടെ കയ്യിൽ നിന്ന് എടുത്തിട്ട് പറയണ്ട കേട്ടോ. അടുക്കളയിലാണെങ്കിൽ ആ പച്ചക്കറിയിൽ നിന്നൊന്നും എടുത്ത് ഉത്തരം പറയണ്ട, പാട്ടിൽ നിന്ന് ഉത്തരം പറയാം. സ്വജീവൻ തന്നത് കൊണ്ട്. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. സ്വജീവൻ.
ഓക്കെ ഓക്കെ. അടുത്തത് മരണത്തിനാൽ എന്താണ് തീർത്തത്? മരണത്തിനാൽ എന്താണ് തീർത്തത്? മൃത്യു. ഓക്കെ, വെരി ഗുഡ്. ആരാണ് ആൻസർ തന്നത്? മൃത്യു. മൃത്യു ആണ് തീർത്തത്. മരണത്തിനാൽ മൃത്യു നീക്കി, അല്ല മൃത്യു അല്ല, മൃത്യു നീക്കുകയാണ് ചെയ്തത്. ഭീതിയാണ് തീർത്തത്. ഭീതിയാണ് തീർത്തത്. ഓക്കെ, വെരി ഗുഡ്. ഭീതിയാണ്, മൃത്യു നീക്കുകയാണ് ചെയ്തത്. ഭീതിയാണ് തീർത്തത് കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ വേഗത്തിൽ പോവുകയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, എന്തിനാണ് കൃപാസനത്തിന്റെ അരികെ ചെല്ലുന്നത്? എന്തിനാണ് കൃപാസനത്തിന്റെ അരികെ ചെല്ലുന്നത്? വേഗം ആൻസർ പോരട്ടെ. ധൈര്യം ഉണ്ടാകുവാൻ വേണ്ടി. അല്ല, ധൈര്യം ഉണ്ടാകുവാൻ കറക്റ്റ് ആണ്, എന്നാലും മുൻപുണ്ട്. ഉത്തരം ഞാൻ പറയാണ്, വൻ കൃപകൾ പ്രാപിപ്പാൻ. എന്തിനാണ് നമ്മൾ കൃപാസനത്തിന്റെ അരികെ ചെല്ലുന്നത്? പാട്ടിലൂടെ പറയുന്നത് വൻ കൃപകൾ പ്രാപിപ്പാൻ, അതിധൈര്യമായി കൃപാസനത്തിൽ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, കുഞ്ഞാട്ടിന്റെ രക്തത്താൽ എന്തായി തീർന്നു? കുഞ്ഞാട്ടിന്റെ രക്തത്താൽ എന്തായി തീർന്നു? വെരി ഗുഡ്, ശുദ്ധനായി തീർന്നു. ഓക്കെ, വെരി ഗുഡ്. ഇനി അടുത്തത്, സ്തുതി എപ്പോഴും എന്തിനാണ്? സ്തുതി എപ്പോഴും എന്തിനാണ്? സ്തുതി എപ്പോഴും എന്തിനാണ്? പാട്ട് അതിനകത്ത് ഉണ്ടല്ലോ. ഉത്തരം ഞാൻ പറയാം, ചേറ്റിൽ നിന്ന് തന്നെ വീണ്ടെടുത്തതിനാൽ. സ്തുതി ചേറ്റിൽ നിന്ന് തന്നെ വീണ്ടെടുത്തതിനാൽ. ഇനി അടുത്തത്, ശത്രുക്കൾ കൊണ്ടുപോകാത്തത് എന്താണ്? എന്താണ് ശത്രുക്കൾ കൊണ്ടുപോകാത്തത്? ലഭിക്കും എന്താണ് കൊണ്ടുപോകാത്ത? വേം പറഞ്ഞു. ലഭിക്കും നിശ്ചയം. ഓക്കെ, ആൻസർ കറക്റ്റ് ആണ്. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ ശത്രുക്കൾ കൊണ്ടുപോകാത്തത് വിരുദാണ്. ഉള്ളം തുള്ളുന്നത് എന്തിനാണ്? ഉള്ളം തുള്ളുന്നത് എന്തിനാണ്? ഭാഗ്യകാലം. ഓക്കെ, വെരി ഗുഡ്. ഭാഗ്യകാലം ഓർക്കുമ്പോഴാണ് ഉള്ളം തുള്ളുന്നത്. ഇനി അടുത്തത്, എന്തിന്റെ ഫലമായിട്ടാണ് സ്വർഗത്തിൽ വാഴുന്നത്? എപ്പോഴും പാടുന്ന പാട്ടുകളാണ്, എപ്പോഴും പാടുന്ന പാട്ടാ. എന്തിന്റെ ഫലമായിട്ടാണ് സ്വർഗത്തിൽ വാഴുന്നത്? വെരി ഗുഡ്, രക്തത്തിൻ ഫലമായി. ഓക്കെ, വെരി ഗുഡ്, രക്തത്തിൻ ഫലമായി. ഇനി അടുത്തത്, ക്ലേശമെല്ലാം നീങ്ങിപ്പോകുന്നത് എവിടെ എത്തുമ്പോഴാണ്? മനോഹരമാ സിയോനിൽ. ഓക്കെ, സിയോനിൽ എത്തുമ്പോഴാണ് ക്ലേശമെല്ലാം നീങ്ങിപ്പോകുന്നത്. ഇനി അവസാനത്തെ ഒരൊറ്റ ക്വസ്റ്റ്യൻ ചോദിച്ച് ഞാൻ ഇവിടെ നിർത്തുകയാണ്. എന്ന് ഞാൻ ഘോഷിക്കുന്നത് എങ്ങനെയാണ്? എന്ന് ഞാൻ ഘോഷിക്കുന്നത് എങ്ങനെയാണ്? അല്ല, പാട്ടിലുണ്ട്. ഉത്തരം ഞാൻ പറയാം, രാജൻ മുഖം കണ്ട്. രാജൻ മുഖം കണ്ട് എന്നും ഞാൻ ഘോഷിക്കും. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ ഇത്രോ നേരം എന്നോട് കൂടി ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത എല്ലാവരെയും, ഉത്തരം പറഞ്ഞവരെയും ഉത്തരം പറയാത്തവരെയും ദൈവം ഒരുപോലെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ഉത്തരമൊക്കെ പോയി, എനിക്ക് നെറ്റ് ഉണ്ടായിരുന്നില്ല, അപ്പൊ വന്നുള്ളൂ. കഷ്ടമാണ്. ഉത്തരം പറയാൻ കിട്ടുന്നതായിരുന്നു. ദൈവത്തിന് സ്തോത്രം. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രോഗ്രാം ആയിരുന്നു വിജിയുടെ സ്പെഷ്യൽ പ്രോഗ്രാം. വളരെ വ്യത്യസ്തമായ നിലകളിൽ കൂടി, ഒരു പാട്ടിൽ കൂടി അതിന്റെ ചോദ്യവും ഉത്തരവും എല്ലാം ആ പാട്ടിൽ കൂടി നമുക്ക് കേൾക്കുവാനായിട്ട് സാധിച്ചു. കഴിഞ്ഞ നാളുകളേക്കാൾ കൂടുതലായിട്ട് ഉള്ള പ്രോഗ്രാമിനേക്കാളും പിന്നെയും ഒരു വ്യത്യസ്തമായിട്ടുള്ള നിലയിലാണ് അവതരിപ്പിച്ചത്. നമുക്ക് ദൈവവചനം അറിയുവാനും പാട്ടിൽ കൂടി ദൈവത്തെ നമുക്ക് കൂടുതലായിട്ട് സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും എല്ലാം ദൈവം അവിടെ ഇടയാക്കി. വളരെ അനുഗ്രഹിക്കപ്പെട്ടതായ നിലയിൽ പ്രോഗ്രാം അവതരിപ്പിക്കുവാൻ തക്കവണ്ണം സിസ്റ്റർ ബിജി ദൈവം അവിടുന്ന് ഒരുക്കിയതിനായി നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം. ധാരാളമായിട്ട് ദൈവം അനുഗ്രഹിക്കട്ടെ. ഇത്രത്തോളം ദൈവസന്നിധിയിലായിരിക്കാൻ തക്കവണ്ണം ദൈവം സഹായിച്ചതിനായി നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുകയാണ്, സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ പ്രോഗ്രാം എല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. ഏകദേശം എല്ലാ പ്രോഗ്രാമുകളും തീർന്നിരിക്കുകയാണ്. ഇത്രത്തോളം ദൈവം നമ്മളെ ഓരോ പ്രോഗ്രാം അവതരിപ്പിക്കുവാനെല്ലാം
ദൈവം അവിടുന്ന് ബലപ്പെടുത്തി, അവിടുന്ന് ശക്തീകരിച്ചു. അതിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കുകയാണ്, സ്തോത്രം ചെയ്യുന്നു. എല്ലാ പ്രോഗ്രാമും തന്നെ എടുത്തു പറയത്തക്ക രീതിയിൽ എല്ലാം നല്ല മനോഹരമായിരുന്നു. നമ്മുടെ ലിസി ആന്റിയുടെ പാട്ട് വ്യത്യസ്തമായിട്ടുള്ള നമ്മുടെ സാത്താനും ദേവദാസനും തമ്മിലുള്ള സംഭാഷണം അത് വളരെ മനോഹരമായിരുന്നു. പിന്നെ നമ്മുടെ ശാന്തമായയുടെ പാട്ട്, അങ്ങനെ എല്ലാ പ്രോഗ്രാമുകളും തന്നെ നമ്മുടെ വിജയ് സിസ്റ്ററിന്റെ പ്രോഗ്രാം സ്പെഷ്യൽ പ്രോഗ്രാം അങ്ങനെ എടുത്തു പറയത്തക്ക രീതിയിലുള്ള എല്ലാം തന്നെ വളരെയധികം അനുഗ്രഹപ്രദമായിരുന്നു. നമുക്ക് ദൈവദിനം പഠിക്കുവാനും അതിൽ നമുക്ക് വളരുവാനും തക്കവണ്ണം ദൈവം ഓരോ ദിവസവും നമ്മളെ അവിടെ നിന്ന് ഇടയാക്കട്ടെ. ഇത്രത്തോളം ദൈവസന്നിധിയിലായിരിക്കാൻ തക്കവണ്ണം നമ്മൾ ഓരോരുത്തരെയും ദൈവം സഹായിച്ചു. അടുത്ത ആഴ്ചയിൽ നമ്മൾ കൂടി വരുന്നവരെയും ദൈവത്തിന്റെ സൂക്ഷിപ്പ പരിപാലനവും നമ്മുടെ കൂടെ ഇരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് അടുത്ത നിമിഷങ്ങളിലേക്ക്, അടുത്ത പ്രോഗ്രാമിലേക്ക് സോഫിയ ആന്റിക്ക് മൈക്ക് കൈമാറി